വലിയ വലിയ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ പ്രഖ്യാപിക്കുകയും അതിന് സ്വന്തം ക്രെഡിറ്റിൽ നിന്ന് അത് പോകാതിരിക്കാൻ വേണ്ടി ഓടുന്ന ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തതിനു ശേഷം ആ പദ്ധതികൾ തിരിഞ്ഞു നോക്കാത്ത ഒരു രീതിയുണ്ട്. ഈ കെട്ടിടങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ് എന്ന് റിപ്പോർട്ടർ TV ഒരു പരിശോധന നടത്തി. ഉദ്ഘാടനം നടത്തിയ പല കെട്ടിടങ്ങളും ഇന്ന് കാടുകയറി നശിക്കുകയാണ്. 100 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാലങ്ങൾ, കോടികൾ മുടക്കി നിർമ്മാണം ആരംഭിച്ച ബഹുനില കെട്ടിടങ്ങൾ എല്ലാം വെറും കാഴ്ചകൾ മാത്രമാവുന്നു. പണി പൂർത്തിയാക്കി കെട്ടിടങ്ങൾ തുറന്നു നൽകാൻ ഉദ്ദേശമില്ലേ സർക്കാർ എന്നാണ് റിപ്പോർട്ടർ TVക്ക് ചോദിക്കാനുള്ളത്. റിപ്പോർട്ടർ ലൈവത്തോൺ പരിശോധിക്കുന്നു. തല ഉയർത്തി നിൽക്കുന്നത് സർക്കാർ വക നോക്കുകുത്തികളോ? നമുക്കിപ്പം വിവിധയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ടർമാർ ചേരും. കൊച്ചിയിൽ നിന്ന് അഞ്ജലി ശ്രീജിത രാജ്, തിരുവനന്തപുരത്ത് നിന്ന് സുനിഷ യെല്ലൂർ, റിനു ശ്രീധർ, ആലപ്പുഴയിൽ നിന്ന് ശരത് SS, പത്തനംതിട്ടയിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ, കോട്ടയത്ത് നിന്ന് അഞ്ജന അനിൽകുമാർ, കോഴിക്കോട് നിന്ന് സാനിയ മനോമി, പാലക്കാട് നിന്ന് ഇക്ബാൽ അറക്കൽ, കാസർഗോഡ് നിന്ന് അർച്ചന രവീന്ദ്രൻ എന്നിവർ തത്സമയം നമുക്കൊപ്പം ചേരും. എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. ആദ്യം നമുക്ക് കൊല്ലത്തേക്ക് പോകാം. കൊല്ലത്ത് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും തുറന്നു നൽകാതെ ഓലയിൽ കടവ് പാലം, വലിയ പാലം നിർമ്മിച്ചു, പക്ഷെ അത് തുറന്നു കൊടുക്കുന്നില്ല. 4ാം ഘട്ടം നിർമ്മാണം പൂർത്തീകരിക്കാത്തത് മൂലമാണ് പാലം തുറന്നു നൽകാത്തത്. മാസങ്ങളായി കാത്തിരിപ്പിലാണ്. 103 കോടി രൂപ ചെലവിലാണ് പാലം നിർമ്മിച്ചത്, ഒന്നും രണ്ടുമല്ല. 4ാം ഘട്ട നിർമ്മാണത്തിന് 100 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുകയാണ്. മുകേഷ് MLA ഒരു ചോദ്യം: ഈ പാലം എന്ന് തുറക്കും? ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിലീപ് ദേവസ്യ, ഗുഡ് മോർണിംഗ്. ദിലീപ് ദേവസ്യ, 103 കോടി രൂപ മുടക്കി നിർമ്മിച്ചിരിക്കുന്ന പാലം അങ്ങനെ തലയുയർത്തി നിൽപ്പാണ്, ആർക്കും വേണ്ടാതെ, അല്ലേ ദിലീപ്? കണ്ടാൽ തന്നെ നമുക്ക് ചങ്കിടിയുന്നതാണ്. ഇത്രയും സുന്ദരമായൊരു പാലം പാതി വഴിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിലെ നിർമ്മാണ പിശകുകളെല്ലാം നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്. ജനങ്ങൾക്ക് ഉപകാരപ്പെടാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ 103 കോടി രൂപ അക്ഷരാർത്ഥത്തിൽ കായലിൽ കൊണ്ട് കളയുകയായിരുന്നു എന്ന ചോദ്യം ഉയരുകയല്ലേ ദിലീപ്? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഞാൻ ഒന്നും മിണ്ടാതിരുന്നിട്ട് ഈ പാലത്തിൻ്റെ നമ്മുടെ ഹെലിക്യാം ദൃശ്യങ്ങൾ കാണിച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഈ പാലം തുറന്നു നൽകിയിട്ടില്ല. ഏകദേശം 2 വർഷമായി നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഈ പാലം തുറന്നു നൽകിയില്ല എന്നുള്ള ഒരു വാക്ക് മതി. എന്തുകൊണ്ട് എന്നുള്ളത് എനിക്ക് കാണിച്ചു തരാവുന്നതാണ്. ഇങ്ങേയറ്റത്ത്, അതായത് എൻ്റെ ഇടതുവശത്ത് കാണുന്ന 4ാം ഘട്ടം പണി തീർന്നിട്ടില്ല. അത് കായലിൽ അവസാനിച്ച് നിൽക്കുകയാണ്. ഏകദേശം 6 തൂണുകൾ ഈ കായൽ, അഷ്ടമുടിക്കായലിൽ നിർമ്മിക്കുമ്പോൾ ഈ കരാറുകാരനും ഇതിൻ്റെ എഞ്ചിനീയർക്കും മനസ്സിലായിട്ടില്ല ഇത് അവസാനം എവിടെ കൊണ്ട് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ബോധവുമില്ലാതെ സർക്കാരിൻ്റെ പണം 103 കോടി രൂപ വെള്ളത്തിൽ വരച്ച വര പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഈ നോക്കൂ, ആ പാലം അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ആ വശത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇരുമ്പ് കമ്പികൾ കൊണ്ട് ഇവിടെ ബന്ധിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ഇനി ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഇതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 2-3 ലക്ഷം രൂപ ചിലവാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് പ്രേക്ഷകരെ കാണിക്കാനുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ അധികാരികളോട് പറയാനുള്ളത്, MLA എന്തായാലും ജില്ലയിലില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പാണ്. MLAയുടെ ചില അവസ്ഥകളെല്ലാം തന്നെ നമുക്കറിയാം. ഈ ഭാഗം തുറന്നു നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. ഈ വശം പോകുന്നത് ഹൈസ്കൂൾ ജംഗ്ഷനിലേക്കാണ്. ഇവിടെ ഇത് തുറന്നു നൽകിയാൽ എൻ്റെ പുറകിൽ വലതുവശത്ത് നിന്ന് കാണുന്ന KSRTC ഭാഗത്ത് നിന്ന്, KSRTC സ്റ്റാൻഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ മുന്നോട്ട് വരുന്നു. ആ വശങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതുവഴി ഹൈസ്കൂൾ ജംഗ്ഷനിലേക്ക്, തേവള്ളി ഭാഗത്തേക്ക്, കടവൂർ ഭാഗത്തേക്ക്, അങ്ങനെ ബൈപ്പാസിലേക്ക് എല്ലാം പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, ഒരു വഴിയാണ്, പാലമാണ്. അത് തുറന്നു നൽകാത്തത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യങ്ങൾക്ക് ഇന്ന് വരെയും അധികാരികൾ ആരും തന്നെ മറുപടി പറഞ്ഞില്ല. നമ്മളോടൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിരവധി സമരങ്ങൾ ഇവിടെ നടത്തിയ ആളുകളാണ്. സൈന്യപ്രതിഷ്ഠ നടത്തി, തേങ്ങ ഉടച്ച് സമരം നടത്തി, സമാന്തര ഉദ്ഘാടനം നടത്തി, എല്ലാ സമരങ്ങളും നടത്തിയിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഏകദേശം നിങ്ങൾ നടത്തിയ സമരങ്ങൾ ഈ പാലം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് ഈ പാലം തുറന്നു നൽകാത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്?
ഇത് MLA-യുടെ ഒരു വാശി കൊണ്ട് മാത്രമാണ്, ഉദ്യോഗസ്ഥരുടെയും MLA-യുടെയും ഒരു വാശിയാണ് ഇത് തുറന്നു കൊടുക്കത്തില്ല എന്ന്. ഇത് അടഞ്ഞു കിടന്ന് ഈ പാലത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് ഏകദേശം 3-4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ സമരങ്ങളുമായി ഇത് തുറക്കണമെന്ന ആവശ്യവുമായി വന്നു. കൊല്ലം ജനത തന്നെ കാര്യം ഏറ്റവും കൂടുതൽ ട്രാഫിക് നമുക്ക് വലിയൊരു ശാശ്വതമായ ഒരു പരിഹാരമാണ്. കാര്യം താലൂക്ക് കച്ചേരിയിലെ ജംഗ്ഷനിലെ ട്രാഫിക് അറിയാം. ആശുപത്രിയിലോട്ടും അടക്കം കരുനാപ്പള്ളിയിലോട്ടും അടക്കം പോകുന്നവർക്ക് ലിങ്ക് റോഡിൽ നിന്ന് കയറി നേരെ നമുക്ക് താലൂക്ക് കച്ചേരിയിലെ ട്രാഫിക് ഒഴിവാക്കി കയറാൻ പറ്റുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഉദ്യോഗസ്ഥർക്കും യൂത്ത് കോൺഗ്രസ് സമരം ചെയ്തതുകൊണ്ട് എന്തായാലും തുറന്നു കൊടുക്കണ്ട എന്നുള്ളൊരു MLA-യുടെ വാശിയാണ് ഈ സ്ഥിരം നടക്കാൻ വരുന്നൊരു ചേട്ടാ സ്ഥിരം നടക്കാൻ വരുന്ന ചേട്ടനാണോ? അതെ. ഈ പാലം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായില്ലേ ചേട്ടാ? 2 വർഷത്തിൽ കൂടുതലായി. 2 വർഷത്തിൽ കൂടുതലായി. ഇത് എന്താണ് നമുക്ക് അധികാരികളോട് എന്താണ് ചോദിക്കാറുള്ളത്? പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാഹചര്യം ആയതുകൊണ്ട് കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. പിന്നെ ഈ 2 വർഷമായിട്ട് ജനങ്ങൾക്ക് ഇങ്ങനൊരു സാഹചര്യം ഇവിടെ ഉണ്ടായത് അറിയാതെ തന്നെ പോയതാണ്. അത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നടക്കാൻ ഇത്രയും പറ്റിയ ഒരു സാഹചര്യം 103 കോടി രൂപ കൊടുത്തിട്ട് നമുക്ക് പ്രഭാത സവാരിക്ക് ഇറങ്ങാൻ പറ്റിയ സ്ഥലമായി മാറി. അതെ. അത് മാത്രമേ പറ്റുള്ളൂ. നോക്കി ഈ പാലം നിർമ്മിച്ചതിൽ തന്നെയുള്ള അപാകതകൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിപ്പോൾ ഇനി എങ്ങോട്ട് കൊണ്ടുപോയി മുട്ടിക്കുമെന്നുള്ളത് ചേട്ടൻ ഈ നാട്ടുകാർ നമുക്ക് ഷൂട്ടിങ്ങൊക്കെ എടുത്ത് ഡൈവിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ പൈസകളൊക്കെ ഇങ്ങനെ 5 കോടിയിൽ തീരേണ്ടത് 10 വർഷം കഴിഞ്ഞ് 50 കോടി അതിൻ്റെ പൈസ നഷ്ടപ്പെടുകയാണ് ജനങ്ങൾക്ക്. അപ്പോൾ പ്ലാനിങ്ങിനകത്ത് വരുന്ന അപാകതകളായിട്ടാണ്. ഈ വശം വലതുവശം വേണമെങ്കിൽ നമുക്ക് തുറന്നു കൊടുക്കാം. അതെ. അതും ചെയ്യുന്നില്ല. അതെ. കാര്യം ഈ ട്രാഫിക് നമുക്ക് കളക്ടറേറ്റിലേക്ക് പോകാനും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനും ഇത് കണക്ട് ചെയ്ത് കൊടുക്കാൻ സൗകര്യമായ ഒരു സ്ഥലമാണ്. വിഷ്ണു പറഞ്ഞതുപോലെ ഇനിയും സമരങ്ങളായി മുന്നോട്ട് പോകാനുള്ള ഇതൊരു സ്മാരകമാക്കാനാണ് MLA-യും ഉദ്യോഗസ്ഥരും വിചാരിക്കുന്നത്. കാര്യം കുട്ടികളെ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല ദിലീപ്. ഇത് ഇത്രയും 103 കോടി രൂപ ചെലവാക്കി ഇങ്ങനെ പാതി വഴിയിൽ ഒരു പാലം നിർമ്മിക്കണമെങ്കിൽ ആ ആസൂത്രണത്തിൽ എത്രമാത്രം വലിയ പിഴവുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ദിലീപേ, അവിടെ ഇപ്പൊ എന്തിനാ ഈ ബാരിക്കേഡ് വെച്ചിട്ട് തടഞ്ഞിരിക്കുന്നത്? അങ്ങേറ്റത്ത് പോയി ആളുകൾ വീഴാതിരിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ ഏകദേശം അതിനെ അടുത്ത് കൊണ്ടുപോയി വെച്ചാൽ പോരെ. ഇത് ഇത്രയും ദൂരെ നിന്ന് തടയുന്ന എന്തിനാണ്? പാലത്തിൽ കയറാതിരിക്കാൻ വേണ്ടി ബാരിക്കേഡ് വെച്ചതിന് 2 ലക്ഷം രൂപ ചെലവാക്കിയിട്ടുണ്ട്. ഡോക്ടർ അരുൺകുമാർ തന്നെയാണ് ഈ സ്ഥലം MLA ആയ മുകേഷിനോട് ഒരു ചോദ്യം ചോദിച്ചത്. എന്തുകൊണ്ട് ഈ പാലം തുറന്നു നൽകുന്നില്ല എന്നുള്ള ചോദ്യത്തിന് അന്ന് MLA പറഞ്ഞ ഒരു മറുപടി ഞാൻ ഇന്ന് ഓർക്കുന്നു. ആരും ഈ പാലം ഒരു ആത്മഹത്യാ മുനമ്പാക്കി മാറ്റേണ്ട, ഇത് പാലം നിർമ്മാണം കഴിഞ്ഞതിന് ശേഷമേ തുറന്നു നൽകുകയുള്ളൂ എന്നാണ് അദ്ദേഹം അന്ന് നമ്മൾ റിപ്പോർട്ടർ TVയോട് പറഞ്ഞത്. നോക്കൂ, ഈ പാലത്തിൻ്റെ നിർമ്മാണം ഇനി പൂർത്തീകരിക്കണമെങ്കിൽ മിനിമം 100 കോടി രൂപ ഇനിയും ചിലവാക്കണം. ഇനിയും ഏകദേശം ഒരു 2 വർഷവും കൂടെ കാത്തിരിക്കണം. ഇങ്ങനെയെല്ലാം തന്നെ ആവശ്യമായ ഈ സ്ഥലത്ത് ഇങ്ങനെ ഈ ബാരിക്കേഡുകൾ, എനിക്ക് തോന്നുന്നു നേരത്തെ മുകേഷ് MLA പറഞ്ഞതുപോലെ ഇനി ഒരു ആത്മഹത്യാ മുനമ്പാക്കി മാറ്റണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഇത് തുറന്നു നൽകാത്തത്. റീൽസ് എടുക്കാൻ പോലും ആർക്കും വാഹനങ്ങൾ കയറ്റാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ കണ്ട ചില കുട്ടികൾ നമ്മളോട് പറഞ്ഞത്. അവർ കയറി വരുന്നു. ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണ്, സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്നത്. എന്തായാലും 103 കോടി രൂപ അഷ്ടമുടിക്കായലിൽ കൊണ്ട് കളഞ്ഞതിൻ്റെ വലിയ ഉദാഹരണമാണ് ഓലയിൽ കടവ് പാലം. ഇതിനി നിർമ്മിച്ചുണ്ടാക്കണമെങ്കിൽ ഇനിയും വേണം 100 കോടി രൂപയും. ഈ നിർമ്മിച്ച ഭാഗം തുറന്നു നൽകാൻ വേണ്ടി നാട്ടുകാരുടെ അപേക്ഷയാണ്. അത് തുറന്നു നൽകുക, വാശിയും വൈരാഗ്യം എല്ലാം കളഞ്ഞ് കൊല്ലത്തുകാർക്ക് വേണ്ടിയിട്ട് ഈ പാലത്തിൻ്റെ നിർമ്മിച്ച ഭാഗം തുറന്നു നോക്കി. എൻ്റെ പുറകിൽ കാണുന്ന ഭാഗം അരുൺകുമാർ പണിയെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഭാഗമാണ് അടച്ചിട്ടിരിക്കുക. അതൊന്ന് തുറന്നു നൽകിയാൽ മാത്രം മതി ഇവിടെ വലിയൊരു ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാകും. ഇതാണ് നമ്മൾക്ക് ഈ കൊല്ലത്തുകാർക്ക് ഈ 103 കോടി രൂപ. തീർച്ചയായിട്ടും ദിലീപ്, ഈ കാഴ്ച കാണുമ്പോൾ നമ്മുടെ മനസ്സും വല്ലാതെ വേദനിക്കുന്നുണ്ട്. 103 കോടി രൂപ കായലിൽ പോയി, അതൊരു പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഇതിങ്ങനെ രണ്ടറ്റവും മുട്ടാതെ ഇങ്ങനെ പാതി വഴിയിൽ നിലച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ഒന്ന് ചെയ്യുക. ഒന്നുകിൽ അത് കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുക. ഇനി കൂട്ടിമുട്ടിക്കാൻ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ആ ഭാഗത്ത് വല്ല ടൂറിസം പരിപാടികളും ഒക്കെ തുടങ്ങിക്കൂടെ? എത്രയോ മനോഹരമായിട്ട് നമ്മുടെ വടക്കോട്ട് ഈ പറയുന്ന ബേപ്പൂരിലൊക്കെ ടൂറിസം പദ്ധതികളൊക്കെ ഉണ്ടാക്കി, അത് കടൽപ്പാലങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ടുണ്ടാക്കി, അവിടെ വൈകുന്നേരം കച്ചവടവും സാംസ്കാരിക സന്ധ്യകളും ഒക്കെ ഉണ്ടാക്കിയില്ലേ? അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൂടെ? പ്രിയപ്പെട്ട MLA, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്, വിളച്ചിലെടുക്കരുത് കേട്ടോ എന്ന്. പ്രിയപ്പെട്ട MLA, ദയവ് ചെയ്ത് അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. 103 കോടി രൂപയാണ് ആ അഷ്ടമുടിക്കായലിൽ കൊണ്ടിട്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുള്ള കാലത്ത് ഇനി പണം അനുവദിക്കൂ? ആർക്കറിയാം? ഇനി അത് അനുവദിച്ചാൽ തന്നെ ഏത് കാലത്താണ് ആ പണി പൂർത്തിയാവുക? എത്രയും വേഗം അത് ചെയ്യുക. 2 വർഷമായി ഒരു പാലത്തിൻ്റെ പണി പാതി വഴിയിൽ കിടക്കുക. എന്നിട്ട് ഇപ്പോൾ ആ പാലത്തിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി ബാരിക്കേഡ് വയ്ക്കാൻ വേണ്ടി 1-1.5 ലക്ഷം രൂപ മുടക്കി ഈ പറയുന്ന സംവിധാനം ഉണ്ടാക്കി നോ എൻട്രി ബോർഡും വെച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഈ പാലം നിർമ്മിച്ചതെന്നൊരു ചോദ്യമല്ലേ? ഇത് കൊല്ലത്തിന്റെ മാത്രം കഥയില്ല. താങ്ക് യു ദിലീപ്. കൊല്ലത്തിന്റെ മാത്രം കഥയില്ല. കേരളത്തിലുടനീളം റിപ്പോർട്ടർ TV നടത്തിയ ഒരു അന്വേഷണത്തിൽ കണ്ടത് ഇത്തരത്തിൽ പണി തീരാതെ കിടക്കുന്ന ഭാർഗവി നിലയങ്ങളോ
നമ്മൾ കോടിക്കണക്കിന് രൂപ ചെലവാക്കി നിർമ്മിച്ചിട്ടും ഉപയോഗപ്രദമല്ലാതെ പോകുന്ന കെട്ടിടങ്ങളുമാണ്. ആ കാഴ്ചയിലേക്കാണ് ഇനി കോഴിക്കോട്ടേക്ക്. കൊല്ലത്തെ കാഴ്ച, കായലിൽ ഒരു പാലം പാതി വഴിയിൽ നിൽക്കുന്നതാണെങ്കിൽ കോഴിക്കോട് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയ ഒരു വനിതാ വ്യവസായ കേന്ദ്രം കെട്ടിടം ഞങ്ങൾ കാണിച്ചു തരാം. 2015 ഉദ്ഘാടനം ചെയ്തിട്ടും 10 വർഷമായി സംരംഭകർക്ക് അതിതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. 1.5 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടമാണ്. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു ഇത്. സംരംഭകരെ മറക്കുന്നുണ്ടോ അധികൃതർ? വികസന നീക്കം അന്യമാകുന്നുണ്ടോ കൊടുവള്ളിക്ക്? വിവരങ്ങളുമായി സാനിയോ മനോമി നമുക്കൊപ്പം ചേരുന്നു. സാനിയോ, നമ്മൾ കൊല്ലത്ത് കണ്ട പാലം പാതി വഴിയിൽ 103 കോടിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ 1.5 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ഒരു കെട്ടിടം 10 വർഷമായി ആർക്കും ഉപകാരപ്പെടാതെ കിടക്കുന്ന കാഴ്ചയാണല്ലേ? അത് സാമൂഹ്യ വിരുദ്ധർ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. സാമൂഹ്യ വിരുദ്ധർക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടമാണോ എന്ന് ചിലരെങ്കിലും സംശയിച്ചാൽ പോലും തെറ്റു പറയാൻ പോലും കഴിയില്ല, അല്ലേ സാനിയോ? അതെ, അത് വളരെ ശരിയാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു കൗതുകകരമായ കാഴ്ച എന്ന് പറയുന്നത് ഇന്റർലോക്ക് ഒക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയ ഒരു മുറ്റമാണിത്. ഈ മുറ്റത്ത് സമീപ പ്രദേശത്തെ സ്ത്രീകൾ അവരുടെ ധാന്യങ്ങളും മറ്റും ഉണക്കാൻ കൊണ്ടിടുന്ന കാഴ്ച. അതായത് മറ്റൊന്നിനും ഉപയോഗിക്കാൻ കഴിയില്ല, അപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട്. അങ്ങനെയെങ്കിൽ ധാന്യങ്ങളും മറ്റു സാധനങ്ങളൊക്കെ ഉണക്കിക്കളയാമെന്ന് വിചാരിച്ച് അങ്ങനെ കൊണ്ടിട്ടിരിക്കുന്ന വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ്. 2015 ജൂണിലാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വനിതാ വ്യവസായ കേന്ദ്രമാക്കാൻ വേണ്ടിയായിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ ഇത് തുറന്നു കൊടുത്തില്ല. 10 വർഷം കഴിയുന്നു ഇപ്പോൾ. ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞത് ഇവിടെ വെള്ള സൗകര്യമില്ല എന്നാണ്. പിന്നീട് കുഴൽക്കിണർ കുഴിച്ചു, വെള്ളത്തിന് സൗകര്യമാക്കി. പിന്നീട് വൈദ്യുതി സൗകര്യമില്ല എന്ന് പറഞ്ഞ് അതങ്ങനെ മാറ്റുന്നു. എല്ലാ തരത്തിലും ഈ വയറിംഗ് പരിപാടികളൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയ ഒരു കെട്ടിടമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ജനൽ ചില്ലുകളും അതുപോലെ വാതിലുകളും ഒക്കെ സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവിടെ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മാത്രമേ ഉള്ളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർക്ക് നല്ല പ്രതിഷേധമുണ്ട്, പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കും വലിയ പിടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്കിപ്പോൾ നാട്ടുകാരനായ ബേബി ചേട്ടനും മറ്റാളുകളും ഒക്കെ ഉണ്ട്. ഇത് വല്ലാത്തൊരു അവസ്ഥയിലാണുള്ളത്. വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. 2015 മുതൽ 10 വർഷമായി ഇത് ഇങ്ങനെ കിടക്കുന്നു. ഇതിവിടെ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുക എന്നല്ലാതെ വേറെ യാതൊരു പ്രയോജനമില്ല. ഇത് ഇപ്പോൾ ഈ കുടുംബശ്രീ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വനിതകൾക്ക് വ്യവസായങ്ങൾ തുടങ്ങാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കിയ സാധനം. നല്ല പ്രതീക്ഷയായിരിക്കും അല്ലേ നിങ്ങൾക്കൊക്കെ ഒരു വ്യവസായ കേന്ദ്രം? നല്ല പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും. ഇപ്പോൾ ഈ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് പകലില്ലാതെ വ്യത്യാസമില്ലാതെ സാമൂഹ്യ വിരുദ്ധരാണ്. ഇപ്പൊ പേടിയാണ്. ഇതിപ്പോ നാടിന്റെ ഒരു ശാപമായി മാറിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ സൗകര്യമുണ്ട്, റോഡ് സൗകര്യമുണ്ട്. കണ്ണായ സ്ഥലത്താണ്. താഴെ ഈ ബ്ലോക്കിന്റെ സ്ഥലമാണ്. അവിടെ റോഡ് സൈഡിൽ നല്ലൊരു ഗോഡൗൺ പോലെ സാധനങ്ങൾ ഉണ്ടാക്കിയാൽ അതിന് വരുമാനം കാര്യങ്ങളും ഉണ്ടാക്കാൻ കഴിയും. അതൊന്നും ചെയ്യാതെ ഇത് വർഷം കുറച്ച് കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ട് ഓരോ വർക്ക് നടക്കും. മതിൽ കെട്ടും, പെയിന്റ് അടിക്കും, അങ്ങനെ കാര്യങ്ങൾ ചെയ്യാന്നല്ലാതെ സാമൂഹ്യ വിരുദ്ധർ കഴിഞ്ഞാടാനുള്ള ഒരു കേന്ദ്രമായി മാറി. ഓരോ വർഷവും കുറച്ച് പണികൾ. ആദ്യം പറഞ്ഞിരുന്നത് വെള്ളമില്ല എന്നുള്ള ബുദ്ധിമുട്ടായിരുന്നു. കാരണം വ്യവസായ കേന്ദ്രമാണല്ലോ, അപ്പോൾ വെള്ളം വേണം. സ്വാഭാവികമായും കഴിഞ്ഞ വർഷങ്ങളിൽ കുഴൽക്കിണർ കുഴിച്ചു, ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് കുഴൽക്കിണർ കുഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ പറഞ്ഞു ഇവിടെ വൈദ്യുതി കണക്ഷൻ കിട്ടുന്നില്ല എന്ന്. ഇപ്പോൾ നിലവിൽ വൈദ്യുതി കണക്ഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പദ്ധതി ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത്. ഇതിനോട് നമുക്ക് പ്രതികരണം സ്വാഭാവികമായും ആരായേണ്ടതുണ്ട്. അപ്പോൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ കൊടുവള്ളി ബ്ലോക്ക് അധികൃതർ പറയുന്നത് വൈദ്യുതി കണക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് വൈദ്യുതി കണക്ഷൻ കിട്ടാത്തതെന്ന് എന്തെങ്കിലും പറഞ്ഞോ? അതൊക്കെ ആളുകൾ ഊരിക്കൊണ്ടുപോയതാ. ഇതിന്റെ ട്രാൻസ്ഫോമർ വരെ ഉണ്ട്, കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാ സാധനവും മീറ്ററും കാര്യങ്ങളൊക്കെ ആളുകൾ ഊരിക്കൊണ്ടുപോയി. അതുകൊണ്ട് ഞങ്ങൾ നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ മയക്കുമരുന്ന് അടിക്കുന്ന ആളുകളും മദ്യപിക്കാൻ വൈകുന്നേരം ആളുകൾ വരിക. അപ്പോൾ നാട്ടുകാരായ അങ്ങനെയാണെങ്കിൽ ബിവറേജസോ KTDCയുടെ വലിയ പ്രോജക്റ്റ് ആക്കി അതങ്ങ് മാറ്റിയാൽ പോരെ സാനിയോ? ഈ മയക്കുമരുന്ന് കൊടുക്കുന്ന സംവിധാനമായിട്ട് സർക്കാരിന്റെ പോകേണ്ട സാഹചര്യമില്ല. അതാണ് എനിക്കും പറയാനുള്ളത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ എടുത്ത് അയച്ചതാണ്. അതിൽ നിറയെ മദ്യക്കുപ്പികളാണ്. പലയിടങ്ങളിലായി മദ്യക്കുപ്പികൾ ഇങ്ങനെ ആളുകൾ ഇവിടെ വന്ന് കിടക്കുകയാണ്. രാത്രിയൊക്കെ മയക്കുമരുന്ന് ഉപയോഗിച്ചും മറ്റും ആളുകൾ കിടക്കുന്നു, പിറ്റേ ദിവസം ഇറങ്ങിപ്പോകുന്നു.
കവർച്ച നടന്ന് 3-4 സ്ഥലങ്ങളിൽ വീടുകളിൽ 5-6 വീടുകളിൽ കവർച്ച നടന്ന് അവരെല്ലാം ഇവിടെ വന്നിട്ടാണ് ഈ ആസൂത്രണങ്ങളെല്ലാം ചെയ്യുന്ന പരിപാടികൾ. ആരുമില്ല ഈ കാണുന്ന ദൃശ്യങ്ങൾ സാനിയോ നോക്കൂ, അവിടെ വളരെ സൗകര്യമാണ്. അത് നമ്മൾ നോക്കൂ, നാട്ടുകാർ ഉരുക്കൊണ്ടുപോയ ഫീസും വൈദ്യുതി ഉപകരണങ്ങൾ ഘടിപ്പിച്ചിരുന്ന പ്രദേശവുമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മൊത്തം ഒരു 1-2 കോടി രൂപയ്ക്കടുത്ത് ചിലവായിട്ടുണ്ടാവും അല്ലേ? ഇതൊക്കെ ആളുകൾ അതെ, അതായത് ഈ ചെയ്ത സംവിധാനങ്ങളൊക്കെയും ആളുകൾ അഴിച്ചു കൊണ്ടുപോയതാണ്. ഇപ്പോൾ ഇതിലും നല്ല സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. ഇതിലും നല്ല സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല ഈ കവർച്ചയ്ക്കും മറ്റും ഒക്കെ ആസൂത്രണം നടക്കുന്നത് ഇവിടെ നിന്നാണെന്നുള്ളൊരു പരാതിയും പറയുന്നുണ്ട്. ഇതിന് പുറകിലെ ഭാഗത്തേക്ക് പോയി നോക്കിയാൽ നമുക്ക് ലൈവായി തന്നെ ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ മദ്യക്കുപ്പികളും മറ്റും ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുകയാണ്. മറ്റ് പല സാധനങ്ങളും ഇവിടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മദ്യക്കുപ്പികളാണ് ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നത്. ഏതായാലും ഇത് വളരെയധികം ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഈ കെട്ടിടമുള്ളത്. നാട്ടുകാർ ജനവാസ കേന്ദ്രത്തിലാണ്. നാട്ടുകാർക്ക് സാമൂഹിക വിരുദ്ധർക്ക് കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ആകരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. സാമൂഹിക വിരുദ്ധർക്കുള്ള താവളമായി മാറിയാണ്. താങ്ക് യു സാനിയോ. എന്തായാലും ഈ വിഷയത്തിൽ നമുക്ക് കൂടുതൽ ഇടപെടേണ്ടതുണ്ട്, ഫോളോ അപ്പുകൾ വേണ്ടതുണ്ട്. ഈ കെട്ടിടം തുറന്നു കൊടുക്കുകയോ അതല്ലെങ്കിൽ ജനോപകാരപ്രദമായ ഒരു കേന്ദ്രമാക്കി മാറ്റുകയോ ഒന്നും അല്ലെങ്കിൽ ഇടിച്ചു പൊളിച്ചെങ്കിലും കളയുക. നാട്ടുകാർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റണം. ഇങ്ങനെ മയക്കുമരുന്ന് അടിക്കുന്നവർക്കും സാമൂഹിക വിരുദ്ധർക്കും വേണ്ടിയിട്ട് ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് കെട്ടിടമുണ്ടാക്കി കൊടുക്കരുത് എന്ന് മാത്രമേ നമുക്ക് സർക്കാരിനോട് പറയാനുള്ളൂ. എന്ത് കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് അല്ലേ? കാട്ടിലെ തടി തേവരുടെ ആന. ആർക്കാ ഉത്തരവാദിത്വം? ഇവിടെ സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക ബാധ്യതയിൽ കുടുങ്ങിക്കിടക്കുന്നു പറയുന്നു. 103 കോടി കൊണ്ട് അഷ്ടമുടി കായൽ കളയുന്നു, 1.5-2 കോടി കൊണ്ട് കൊടുവള്ളി കളയുന്നു. സാമൂഹ്യ വിരുദ്ധർ വന്ന് ആ 1.5 കോടിയുടെ ഫലം അനുഭവിക്കുന്നു. നാട്ടുകാർ ബുദ്ധിമുട്ടുന്നു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതൊന്നും നോക്കാനും കാണാനും ആരുമില്ലേ? ആരും ഓഡിറ്റ് ചെയ്യേണ്ടതില്ലേ? പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇത് കൊടുവള്ളിയിലെ കാഴ്ച മാത്രമല്ല. കോടികൾ ചെലവാക്കി നിർമ്മിച്ച പല പദ്ധതികളും തിരുവനന്തപുരത്തുണ്ട്. വിതുര സർക്കാർ ആശുപത്രിയിൽ അനാഥമായി കിടക്കുന്നത് കാണൂ. 4 കോടി രൂപയ്ക്ക് നിർമ്മിച്ച കെട്ടിടം 5 വർഷമായി അടഞ്ഞു കിടക്കുകയാണ്. ആര് ഉത്തരവാദിത്വമേക്കും? 50 ലക്ഷത്തിന് നിർമ്മിച്ച ഡയാലിസിസ് യൂണിറ്റ്, അത്യാധുനിക സൗകര്യമുള്ള മോർച്ചറി, ഇതെല്ലാം തുരുമ്പെടുത്ത് നാശത്തിന്റെ വക്കിലാണ്. ആരുണ്ട് ചോദിക്കാൻ? ആരുണ്ട് പറയാൻ? എവിടെ ആരോഗ്യവകുപ്പ് മന്ത്രി? ആദിവാസി മേഖല ഉൾപ്പെടുന്ന പ്രദേശത്തെ ആകെയുള്ള ആതുരാലയമാണ് വിതുര ഗവൺമെന്റ് ആശുപത്രി. ആതുരാലയം അനാഥമാവുകയാണോ? പദ്ധതിയുടെ ഡയാലിസിസ് ആര് പൂർത്തിയാക്കും? ചോദ്യങ്ങളുണ്ട്. ഇനി ആര് കൊടുക്കും ഈ ഡയാലിസിസും ഈ പദ്ധതിക്കും ഊർജം, രക്തം? റിനു ശ്രീധർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റിനു ശ്രീധർ, വിതുര ആശുപത്രിയിൽ കഴിഞ്ഞ 4 വർഷമായി പദ്ധതി വന്നിരുന്നെങ്കിൽ എത്രയെത്ര മനുഷ്യർക്ക് ഗുണപ്പെടുമായിരുന്നു? അതും ആദിവാസി മേഖല ഉൾപ്പെടുന്ന ഒരു പ്രദേശം. ഡയാലിസിസ് പോലെ അത്യാധുനിക സൗകര്യങ്ങളൊക്കെയുള്ള മോർച്ചറി അടക്കമുള്ള സംവിധാനങ്ങൾ, ഇതൊന്നും നാട്ടുകാർക്ക് പ്രയോജനപ്പെടുന്നതേയില്ല. എന്താണ് ഇത് തുറന്നു കൊടുക്കാത്തതിന്റെ കാരണമായി പറയുന്നത് റിനു? അരുൺകുമാർ, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ, അതായത് മലയോര പ്രദേശങ്ങൾ തിങ്ങി നിറഞ്ഞ നാടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് ഈ പൊന്മുടിയൊക്കെ വരുന്ന ഈ വിതുര ഗ്രാമപഞ്ചായത്ത്. ആ വിതുരയിലെ താലൂക്ക് ആശുപത്രിയാണ്. ആദിവാസി മേഖല കൂടി ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഏകദേശം 5 കോടി രൂപയാണ് സർക്കാർ വെറുതെ പാഴാക്കി കളഞ്ഞത് എന്നുള്ളതാണ്. ഈ 5 കോടി രൂപയും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് ഈ പദ്ധതികൾ രൂപീകരിച്ച് ഇവിടെ നടപ്പിലാക്കിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഡയാലിസിസ് യൂണിറ്റിന്റെ മുന്നിലാണ്. ഏകദേശം 2000, അതിൻ്റെ ഒരു ഫലകം ഇവിടെയുണ്ട്. 2020 ഒക്ടോബർ 26-നാണ് പുതിയ ഡയാലിസിസ് യൂണിറ്റ് അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന VK മധു ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ അന്ന് ഉദ്ഘാടനം ചെയ്ത് പൂട്ടിയിട്ടതാണ്. ആ താഴെ ഇതുവരെയും തുറന്നില്ല എന്നുള്ളതാണ്. ഈ ഏകദേശം 4 വർഷം കഴിഞ്ഞു, 5 വർഷത്തേക്ക് ആകുന്നു. ഈ 5 വർഷം ആകുമ്പോഴേക്കും ഈ ഡയാലിസിസ് യൂണിറ്റ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നില്ല എന്നുള്ളതാണ്. ഇതിന് ഏകദേശം 5 പേഷ്യൻറ്റിനെ ഒരുമിച്ച് ഡയാലിസിസ് ചെയ്യാനുള്ള അത്യാധുനിക സംവിധാനങ്ങളാണ് ഇതിനകത്ത് ഏകദേശം 50 ലക്ഷം രൂപ മുടക്കി ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ ആർക്കും ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ ടെക്നീഷ്യന്മാരെ ആര് നിയമിക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ തർക്കം. കാരണം ഈ കെട്ടിടം ജില്ലാ പഞ്ചായത്ത് കൊണ്ടുവന്നു, ഈ പണിയെല്ലാം പൂർത്തിയാക്കി, എല്ലാ സജ്ജീകരണങ്ങളും അത്യാധുനിക സൗകര്യമൊരുക്കി. പക്ഷേ ഇതിലെ ടെക്നീഷ്യന്മാരെ ആര് നിയമിക്കുമെന്നുള്ള ഒരു തർക്കം ഈ 5 വർഷമായി നിൽക്കുന്നു. ആര് ഇതിൻ്റെ ശമ്പളം കൊടുക്കുമെന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഡയാലിസിസ് യൂണിറ്റ് തുറക്കുന്നില്ല എന്നുള്ളതിനുള്ളൊരു കാരണം. ഏറ്റവും മറ്റൊരു പ്രധാന
പ്രധാനപ്പെട്ട ഒരു കാര്യം, 4 കോടി രൂപ ചിലവിൽ ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു ബിൽഡിംഗ് പണിഞ്ഞിട്ടുണ്ട്. 4 കോടി രൂപ ചിലവിൽ വാർഡ് സജ്ജീകരണം, ലിഫ്റ്റ് ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ട് അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരു ബിൽഡിംഗ്, അതിൻ്റെ പുറകുവശം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ അതും ഏകദേശം 4 വർഷം പിന്നിടുന്നു. ഈ 4 വർഷത്തിന് മുമ്പ് ഇത് ഉദ്ഘാടനം ചെയ്ത് പൂട്ടിയിട്ടതാണ്. പക്ഷേ ഇതുവരെയും ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയോ ഇവിടെ എത്തുന്ന പേഷ്യൻസിന് വേണ്ടിയോ തുറന്നു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഏകദേശം ഇത് 4 കോടി രൂപയാണെങ്കിൽ അതിന് തൊട്ട് മുൻവശത്തായി നമ്മൾ അതിൻ്റെ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്, ഒരു മോർച്ചറി സജ്ജീകരിച്ചിട്ടുണ്ട്. അത്യാധുനിക സംവിധാനമുള്ള ഏകദേശം 3 ഫ്രീസറുകൾ ഒരേ സമയത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു മോർച്ചറി, അതും 50 ലക്ഷം രൂപ മുടക്കിയാണ് പണി പൂർത്തിയാക്കിയത് ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പ്, 2019 എന്നുള്ളതാണ് നമുക്ക് ആ ഫലങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതും ഉദ്ഘാടനം ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. ഉദ്ഘാടനത്തിന് ശേഷം ആ ഫ്രീസറോ അല്ലെങ്കിൽ ആ മോർച്ചറിയോ ഇന്നുവരെ തുറന്നു പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പൊന്മുടി അടക്കമുള്ള സ്ഥലങ്ങൾ, കല്ലാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, വിവിധ അപകടങ്ങൾ നിരന്തരം നടക്കുന്ന ഒരു സാഹചര്യമുള്ളൊരു മേഖല കൂടിയാണ്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ മോർച്ചറിയിൽ സജ്ജീകരിച്ചിരുന്ന ആ ഒരു ജനറേറ്ററാണ് നമ്മൾ അരുൺകുമാർ ഈ കാണുന്നത്. അതായത് 2019 തയ്യാറാക്കിയ അത്യാധുനിക സൗകര്യമുള്ള ഒരു മോർച്ചറി, ആ മോർച്ചറിയിൽ തയ്യാറാക്കിയിരുന്ന യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ജനറേറ്റർ സംവിധാനം. ഈ സംവിധാനം ഇപ്പോൾ ഈ ഡയാലിസിസ് യൂണിറ്റ് ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ എന്തായാലും പ്രവർത്തിക്കുന്നില്ല മോർച്ചറി. ഇനിയിപ്പോൾ അതിൽ കാശ് മുടക്കി ജനറേറ്റർ അവിടെ ഇരുന്ന് തുരുമ്പെടുക്കണ്ട എന്ന് പറഞ്ഞ് ഈ ജീവനക്കാരും ഉദ്യോഗസ്ഥരും എല്ലാം കൂടി പ്ലാൻ ചെയ്തുകൊണ്ട് ഈ ജനറേറ്റർ എടുത്ത ഈ ഡയാലിസിസ് യൂണിറ്റ് അടുത്തേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ അതിൽ വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ ആ ജനറേറ്റർ അവിടെ നിന്ന് മാറ്റി ഇവിടെ കൊണ്ടുവച്ചതല്ലാതെ ഈ ഡയാലിസിസ് യൂണിറ്റിനും ഉപകാരപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്, ആദിവാസി മേഖലയാണ്, നിരവധി രോഗികളുള്ള ഒരു സ്ഥലമാണ്. മറ്റൊന്ന്, ക്യാൻസറും അതുപോലെ തന്നെ കിഡ്നി പേഷ്യൻ്റും ഒക്കെ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമായി ആരോഗ്യവകുപ്പ് തന്നെ കണ്ടെത്തിയ സ്ഥലമാണ് ഈ വിതുര എന്ന് പറയുന്നത്. ഇവിടെ ദിവസവും 500-ലധികം പേഷ്യൻസുകൾ ഈ ആശുപത്രിയിൽ തന്നെ ചികിത്സ തേടിയെത്തുന്നുണ്ട്. താലൂക്ക് ആശുപത്രിയാണ്. ഇവർക്ക് ഈ സൗകര്യം ഒരുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ ഈ സാധാരണക്കാരുടെ നികുതിപ്പണം എടുത്ത് ഇങ്ങനെ കെട്ടിടങ്ങൾ കെട്ടി സംവിധാനം ഒരുക്കി ഇങ്ങനെ താഴ്ത്തു പൂട്ടിയിട്ടിരിക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായും എല്ലാവരും ചോദിക്കുന്നത്. റിനു, നോക്കൂ, 4 കോടി രൂപ, ആ 4 കോടി രൂപയ്ക്ക് നിർമ്മിച്ച കെട്ടിടം അനാഥമായി കിടക്കുന്നു. മോർച്ചറിയിൽ എല്ലാ സംവിധാനങ്ങളും ജനറേറ്റർ അടക്കം ഉണ്ടായിട്ടും തുറന്നു കൊടുക്കുന്നില്ല. എന്താ ഇതിന്റെ കാരണമായി പറയുന്നത് റിനു? എന്തെങ്കിലും നാട്ടുകാർക്ക് ബോധ്യമാവുന്ന, അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാരണം പറയണ്ടേ? എന്താ കാരണം? നമ്മളിവിടുത്തെ മെഡിക്കൽ ഓഫീസറെ ഉൾപ്പെടെ ബന്ധപ്പെട്ടിരുന്നു. പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് തുറക്കാത്തത് എന്നുള്ളതിനൊരു കൃത്യമായ മറുപടിയില്ല. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറെ വിളിച്ച് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉടൻ തുറക്കാനുള്ള സംവിധാനമായി. ഇടയ്ക്ക് ഏകദേശം 1 വർഷത്തിന് മുമ്പും ഔദ്യോഗികമല്ലെങ്കിൽ പോലും ഇക്കാര്യം അന്വേഷിച്ചപ്പോൾ അവർ ഇതേ മറുപടി തന്നെയാണ് പറഞ്ഞത്. അതിനുള്ള എല്ലാ സംവിധാനമായിട്ടുണ്ട്, സംവിധാനം ഒരുക്കിയിട്ടുണ്ട്, ഉടൻ തന്നെ തുറക്കും എന്നുള്ളതാണ്. ഉടൻ തന്നെ തുറക്കും എന്ന് പറയുന്നതല്ലാതെ ഇത് എന്ന് തുറക്കും, ജനങ്ങൾക്ക് വേണ്ടി എന്നിതൊരു ഉപകാരമായി മാറും എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയില്ല. ഇത് അരുവിക്കര നിയോജക മണ്ഡലത്തിലാണ്. അരുവിക്കര നിയോജക മണ്ഡലവും അതുപോലെ തന്നെ വാമനപുരം നിയോജക മണ്ഡലവും ചേർന്ന് വരുന്ന ഒരു സ്ഥലമാണ്. അരുവിക്കര മണ്ഡലത്തിലാണ് ഈ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ജി സ്റ്റീഫൻ. അതെ. അപ്പം ഈ മണ്ഡലത്തിലാണ് ഇത് നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സർക്കാർ എന്തിനു വേണ്ടിയാണ് ഈ കോടിക്കണക്കിന് രൂപ ഇങ്ങനെ പാഴാക്കി കളയുന്നത്? സർക്കാരിന് പാഴാക്കി കളയാൻ പണമുണ്ടോ നമ്മുടെ സംസ്ഥാനത്ത്? ഈ ഒരു ഡയാലിസിസ് യൂണിറ്റ്, ഇതേപോലെയുള്ള മോർച്ചറികൾ, ഇതൊക്കെ വളരെ സാങ്കേതികമായ കാരണങ്ങളുടെ പുറത്താണ്. ഒരു ടെക്നീഷ്യനെ നിയമിച്ചാൽ ഓടുന്നതേ ഉള്ളൂ. ആദിവാസി മേഖലകൾ അടക്കമുള്ള പ്രദേശമാണ്. ആ പ്രദേശത്തോടാണ് കടുത്ത അപകടം നടക്കുന്നത്. ഇതൊന്നും പൊറുക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇതെങ്ങനെയാണ് ജനങ്ങൾ അംഗീകരിക്കുക? ഒന്ന് നോക്കൂ, എങ്ങനെയാണ് നമ്മളുടെ ഭരണം പാളുന്നതിൻ്റെ, എങ്ങനെയാണ് ഇത്തരം സംവിധാനങ്ങളിൽ പ്രയോറിറ്റി ഇല്ലാത്തതിൻ്റെ, അതിൻ്റെ കൃത്യമായിട്ടുള്ള കെടുകാര്യസ്ഥതയുടെ നേരുദാഹരണമായിട്ട് നിൽക്കുന്നു. ആരോഗ്യവകുപ്പിൻ്റെ കെടുകാര്യസ്ഥതയുടെ നേരുദാഹരണമായിട്ടാണ് ഒരു ഡയാലിസിസ് സെൻ്ററും ഒരു മോർച്ചറിയും അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാം തയ്യാറായിട്ടും ജനറേറ്റർ അടക്കമുള്ള സംവിധാനങ്ങളായിട്ടും വർഷങ്ങളായി കോടികൾ മുടക്കി നിർമ്മിച്ച ഈ കെട്ടിടങ്ങൾ നോക്കുകുത്തികളായി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവുന്നത്. കാണുന്നവർ കാണുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ ആവർത്തിച്ചുള്ള ചോദ്യം.
ഇങ്ങനെയൊക്കെ ആണ് ഭരിക്കുന്നതെങ്കിൽ ഈ നാട് എങ്ങനെ നന്നാവും എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. നോക്കുകുത്തികളായി മാറുകയാണ് സർക്കാരിന്റെ പല സ്ഥാപനങ്ങളും. കോടിക്കണക്കിന് രൂപയാണ് പൊതുസ്ഥലത്ത് സാമൂഹ്യ വിരുദ്ധർക്ക് വേണ്ടി ഇപ്പോൾ ചെലവഴിക്കുന്നത് എന്ന മട്ടിലിപ്പോൾ നാട്ടുകാർ കാണുന്നത്. ഇതിനെല്ലാം നാട്ടുകാർ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെയൊരു ഡയാലിസിസ് യൂണിറ്റ് അവിടെ വന്നപ്പോൾ എത്ര പ്രതീക്ഷയായിരിക്കും ആ മനുഷ്യർക്ക്? ആ മോർച്ചറി അവിടെ വരുമ്പോൾ അവിടെയുള്ള നാട്ടുകാരുടെ ആവശ്യപ്രകാരം അത്തരം സംവിധാനങ്ങൾ വരുമ്പോൾ അതൊക്കെ തുറന്നു കാണാൻ നാട്ടുകാർക്ക് ആഗ്രഹമുണ്ടാവില്ലേ? ഇതെന്തുകൊണ്ട് തുറന്നു കൊടുക്കുന്നില്ല? ഉത്തരം വേണം സർക്കാർ. നമ്മുടെ പൊതുമുതൽ നശിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്? പൊതുമുതൽ നോക്കുകുത്തികളാക്കപ്പെടുന്നത്. ഒരു പ്രേക്ഷകൻ എഴുതുന്നു, സിറ്റിസൺ വീണ്ടും സ്കാം. മോർച്ചറിയുടെ അടുത്തിരുന്ന ജനറേറ്റർ ഡയാലിസിസ് യൂണിറ്റിന്റെ അടുത്ത് കൊണ്ടുവച്ച സാറന്മാരെ സമ്മതിക്കണം. സാർ, ഒരു വലിയ കപ്പലുണ്ട് സാർ, ആ കപ്പൽ ഓടിക്കാനുള്ള ടെക്നീഷ്യൻ എന്ന കപ്പിത്താൻ ഇല്ല സാർ എന്നേ നമുക്ക് പറയാൻ പറ്റൂ ഈ ഘട്ടത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. വേറൊരു ആശുപത്രിയെ കുറിച്ച് പറയുന്നു, എൻ്റെ നാട്ടിലുമുണ്ട് ഒരു ഹോസ്പിറ്റൽ ഇങ്ങനെ. ഉദ്ഘാടനം കഴിഞ്ഞ് 4 വർഷമായി, ഇപ്പോൾ സ്റ്റാഫില്ലെന്ന് പറഞ്ഞ് അടഞ്ഞു കിടപ്പാണ്. അടഞ്ഞു കിടക്കാനാണെങ്കിൽ എന്തിനാണ് സാർ? കാടുമൂടിയ നിലയിലാണ് എറണാകുളത്തെ കുമ്പളം മത്സ്യ മാർക്കറ്റ്. ഉദ്ഘാടനം കഴിഞ്ഞ് 4 വർഷമായിട്ടും പ്രവർത്തനം തുടങ്ങിയില്ല. പലതവണ ടെൻഡർ വിളിച്ചിട്ടും ഏറ്റെടുക്കാൻ ആളില്ല. സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം വെറും കാഴ്ചവസ്തു ആകുമോ എന്നാണ് ചോദ്യം. വിവരങ്ങളുമായി അഞ്ജലി ശ്രീജിത രാജു ചേരുന്നു. അഞ്ജലി, ആ കാഴ്ചകളൊന്ന് പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുക്കൂ. എങ്ങനെയാണ് വീണ്ടും ഒരു ഭാർഗവി നിലയമാകുന്നത്? വീണ്ടും എങ്ങനെയാണ് ഒരു പ്രദേശം, ഒരു മത്സ്യ മാർക്കറ്റ് തുറന്നു കൊടുക്കാതെ ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത രീതിയിൽ നിൽക്കുന്നത്? എന്താണ് അവിടുത്തെ അവസ്ഥ? അതെ, തീർച്ചയായും അരുൺകുമാർ. 2021 ജീവനോപാധി എന്ന പേരിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി കുമ്പളത്ത് ഇത്തരമൊരു മാർക്കറ്റ് പണിതത്. 2021 ജെ മേഴ്സിക്കുട്ടി അമ്മ മന്ത്രിയായ സമയത്താണ് അവരാണ് ഈ ഒരു മത്സ്യ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് ഈ മത്സ്യ മാർക്കറ്റിന്റെ അവസ്ഥ, അതായത് ഉദ്ഘാടനം കഴിഞ്ഞ് 4 വർഷത്തോളമായി ഇപ്പോഴും ഇത് പ്രവർത്തനക്ഷമമല്ലാതെ കിടക്കുകയാണ്. കാടുമൂടിയ അവസ്ഥയാണ്. ഇവിടെ ഇപ്പോൾ ഈ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് ഇവിടേക്ക് എത്തുന്നത്. പണ്ട് ഈ സ്ഥലത്ത് വലിയ രീതിയിൽ, അതായത് സമീപ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ ചേർന്നുകൊണ്ട് ചെറിയ രീതിയിൽ മാർക്കറ്റ് സംഘടിപ്പിച്ചതായിരുന്നു. പിന്നീടാണ് ഈ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിന്റെ, അതായത് സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. അതിനുശേഷം ഒരു രീതിയിലുള്ള ഉദ്ഘാടനം കഴിഞ്ഞു പോവുകയല്ലാതെ മറ്റൊരു പ്രവൃത്തിയും ഇവിടെ നടന്നില്ല. ഇപ്പോൾ ഇതിന് മേലെ ഒരു MCF പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അതല്ലാതെ മറ്റൊന്നും ഈ മത്സ്യ മാർക്കറ്റിന് വേണ്ടി ചെയ്തിട്ടില്ല. ഇവിടേക്ക് ഇപ്പോൾ സമീപത്തുള്ള പല രീതിയിൽ, അതായത് ഇവരെല്ലാം ആശ്രയിക്കുന്നത് ഈ ഒരു മത്സ്യ മാർക്കറ്റിനെ ആയിരുന്നു. പിന്നീട് സർക്കാർ ഏറ്റെടുത്തതോടെയാണ് ഈ മത്സ്യ മാർക്കറ്റ് ഇപ്പോൾ ആർക്കും ഉപയോഗപ്പെടാതെ ഇങ്ങനെ കിടക്കുന്നത്. ഇപ്പോൾ സമീപത്തുള്ള മത്സ്യത്തൊഴിലാളികൾ നമുക്കൊപ്പമുണ്ട്. എങ്ങനെയായിരുന്നു, അതായത് പണ്ടത്തെ ഈ മത്സ്യ മാർക്കറ്റ് നിങ്ങളൊക്കെ വെച്ച് നടത്തിയത്, പിന്നീട് സർക്കാർ ഇത് ഏറ്റെടുത്തു, പഞ്ചായത്തിന് കൈമാറി, അതിനുശേഷം ഇതിനൊരു അവസ്ഥ എങ്ങനെയാണ്? വളരെ ദയനീയമാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ഇത് വെറുതെ കാട് കയറി കിടക്കണാണ്, ആർക്കും ഒരു പ്രയോജനമില്ലാതെ. എന്തുകൊണ്ട് ഇത് അനുയോജ്യമായൊരു സ്ഥലമാണ് ഈ മാർക്കറ്റിന് വേണ്ടി? കാരണം കരമാർഗവും കായൽ മാർഗവും ഒക്കെ ശരിക്കും ഇതിലൂടെ മത്സ്യം കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ ഉള്ള ഒരു നല്ലൊരു വികസനമുള്ള ഒരു മാർക്കറ്റാണിത്. പക്ഷെ ഇത് ഒരു സംഘടന ഏറ്റെടുക്കുകയെ അല്ല അങ്ങനെ ഒരു വ്യക്തി വന്ന് ഇതിന് മുന്നോട്ട് വരിക ഒന്നും ചെയ്യാതെ ഇങ്ങനെ കിടക്കണാണ്. ഇത് നല്ല എല്ലാവർക്കും പ്രയോജനമായ രീതിയിൽ ഈ മത്സ്യ മാർക്കറ്റ് നടത്തിക്കൊണ്ടുപോയാൽ എന്നെ പോലെയുള്ള മത്സ്യത്തൊഴിലാളികൾക്കും വളരെയധികം ഉപകാരമാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ എവിടേക്കാണ് അതായത് മത്സ്യ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാറുണ്ട്? അരൂർ മാർക്കറ്റ് പോകാറുണ്ട്, ചന്ദ്രൂർ മാർക്കറ്റ് പോകാറുണ്ട്, ചമ്പക്കര മാർക്കറ്റ് പോകാറുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെയൊക്കെ കിട്ടുന്ന മത്സ്യം ഇവിടെ തന്നെ വിൽപ്പന നടത്താനുള്ള നല്ലൊരു സംരംഭമാണ് ഈ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് പ്രയോജനപ്പെടുന്നില്ല. എന്താണെന്നുള്ളതാണ്. സർക്കാർ പിന്നീട് ഇത് പഞ്ചായത്തിന് കൈമാറി. പഞ്ചായത്തിന് പക്ഷേ ഇതിപ്പോ ടെൻഡർ വിളിച്ചിട്ട് ആരും എടുക്കാനില്ലാത്തൊരവസ്ഥയാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ ഈ പാലത്തിന്, അതായത് അരൂർ പാലത്തിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ മാർക്കറ്റ് കാണാൻ പറ്റുമെങ്കിലും ഇങ്ങോട്ടേക്ക് എത്താനുള്ള സൗകര്യം പഞ്ചായത്ത് ചെയ്ത് നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ആളുകൾ ടെൻഡർ എടുക്കാത്തത്. പിന്നെ ഉയർന്ന തുകയാണ് ടെൻഡറിനായിട്ട് വാടകയായിട്ട് ചോദിക്കുന്നത് എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ പഞ്ചായത്തിന്റെ ഒരു വേർഷൻ പറയുന്നത് അവർ പല രീതിയിലും ശ്രമിച്ചിട്ടും ആരും ടെൻഡർ എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ്. പക്ഷേ
ഇവിടേക്കുള്ള വരാനുള്ള സൗകര്യം ഇവിടെ അതാണ് അതൊന്നും ഏറ്റവും പ്രധാനപ്പെട്ട ശരിയായ കാര്യം. രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. ടെൻഡർ എടുക്കാൻ ആളുകൾ വരുമോ, മുൻ വൈസ് ഈ സ്ഥലത്ത് പ്രസിഡന്റ് ഡിമാൻഡ് ഉണ്ടോ എന്നൊന്നും നിശ്ചയിക്കാതെ ഈ പറയുന്ന കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൂട്ടുക, എന്നിട്ടത് വർഷങ്ങളോളം അടഞ്ഞു കിടക്കുക, ഒടുവിലത് പൊടിഞ്ഞ് താഴെ പോവുക. ഇതൊക്കെ ആരുടെ പണമാണ്? സാധാരണ നികുതി പണമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി നമ്മൾ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. ഇതാണ് പലയിടങ്ങളിൽ നിന്നും വരുന്ന കാഴ്ചകൾ. ഇത് ഇവിടെ മാത്രമല്ല, കൊച്ചിയിലെ മാത്രമല്ല. ഇനി വരുന്നു ഒരു കാഴ്ച. കേരള ബാങ്കിന്റെ ഹെഡ് ഓഫീസും ഷോപ്പിംഗ് കോംപ്ലക്സും ഗംഭീരമായിരുന്നു. എല്ലാ പണിയും തുടങ്ങിയത് വലിയ പ്രതീക്ഷയിലാണ്. പക്ഷെ ഒരു പ്രേതാലയം പോലെ ഇങ്ങനെ കാട് കയറി നശിക്കുകയാണ് ആലപ്പുഴ കല്ലുപാലത്തെ കേരള ബാങ്കിന്റെ കെട്ടിടം. ഒരു ആശ്വാസമുള്ളത് അവിടെ ലഹരി സംഘത്തിന്റെ കേന്ദ്രമാണ് എന്നുള്ളതാണ് ലഹരിക്കാർക്ക് ആശ്വാസമുള്ളത്. ഇതുവരെ അവിടെ ഉണ്ടായത് 4 അസ്വാഭാവിക മരണങ്ങളാണ്. വിജിലൻസ് അന്വേഷണത്തിലും നിയമക്കുരുക്കിലും അകപ്പെട്ടാണ് നിർമ്മാണം നിലച്ചത്. തടസ്സങ്ങൾ നീങ്ങിയെങ്കിലും പിന്നീട് പണി പുനരാരംഭിച്ചില്ല. പണി പൂർത്തിയാക്കാൻ ഉദ്ദേശമില്ലേ എന്നാണ് ചോദ്യം. ശരത് എസ് എസ് ചേരുന്നു. ശരത്, ആ കെട്ടിടം കാണുമ്പോൾ തന്നെ നമ്മളെ നെഞ്ച് ഇടിയുന്നുണ്ട്. ഇതെല്ലാം പൊതുമുതലാണല്ലോ. എന്തുകൊണ്ടാണ് ഈ കെട്ടിടം ഇങ്ങനെ പാതി വഴിയിൽ നിലച്ചു നിൽക്കുന്നത്? ആ കെട്ടിടം പൂർത്തിയാക്കാൻ ഒരു ഉദ്ദേശവുമില്ലേ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നിലവിൽ അതായത് ആലപ്പുഴ നഗരത്തിൽ സർക്കാർ ചെലവിൽ കോടികൾ മുടക്കി നിർമ്മിച്ച പ്രേതാലയവും സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രവും ലഹരി സംഘത്തിന്റെ താവളവും ഒക്കെ ആ ഒരു കെട്ടിടമാണ് നിലവിൽ ഈ കേരള ബാങ്കിന്റെ ആസ്ഥാന മന്ദിരമായി നിർമ്മിക്കാൻ വേണ്ടി ഒരുങ്ങിയ ഈ കെട്ടിടം. അതായത് നിലവിൽ ഇപ്പോൾ ലഹരി സംഘത്തിന് ഒളിച്ചു നിൽക്കാനും ലഹരി മറ്റും ഉപയോഗിക്കാനും ഒക്കെ തന്നെയുള്ള ഒരു കേന്ദ്രമായി കെട്ടിടം മാറി. 7 നില കെട്ടിടമാണ്. 2010 ഇത്തരത്തിൽ ഈ കെട്ടിടത്തിന് കരാർ വെച്ചത്. അതായത് ജില്ലാ സഹകരണ ബാങ്കിൽ സൗകര്യം കുറവ് മൂലം ഇത്തരത്തിലൊരു പുതിയ കെട്ടിടം, പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിക്കണമെന്ന് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി കരാർ വെക്കുകയും ചെയ്തു. അതിനുശേഷം ജി സുധാകരൻ സഹകരണ മന്ത്രിയായിരുന്ന സമയത്താണ് ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 2 വർഷത്തിനകം നിർമ്മാണം നിലവിൽ കാണുന്ന ഈ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. പിന്നീട് ആ സമയത്ത് വിജിലൻസിൽ ഒരു പരാതി വന്നു. അതായത് ഇവിടെ നിന്ന് അനധികൃതമായി മണൽ കടത്തുന്നു, കരാർ കമ്പനിക്ക് അത്തരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ തുക നൽകി തുടങ്ങിയതായിരുന്നു വിജിലൻസിന് മുൻപിലെത്തിയ പരാതി. ആ പരാതിയിൽ പിന്നീട് അന്വേഷണം നടക്കുകയും ചെയ്തു. ഒടുവിൽ അന്വേഷണം വിജിലൻസ് ആ ആരോപണം തള്ളുകയും ചെയ്തു. പക്ഷേ പിന്നീട് പണി പുനരാരംഭിച്ചില്ല. സർക്കാർ ഭരണം മാറി. 2010 ശേഷം ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. ആ ഘട്ടത്തിൽ പിന്നീട് നിലച്ചു പോകുന്ന സാഹചര്യം. പിന്നീട് 15 വർഷമായി ഈ അവസ്ഥയിലാണ് ഈ കെട്ടിടം. നിലവിൽ ഇപ്പോൾ ഈ കെട്ടിടം ഈ നാട്ടുകാർക്ക് ഉപയോഗമില്ല എന്നതിനപ്പുറം നാട്ടുകാർക്ക് ഏറ്റവും ഭീഷണിയാകുന്നു, വെല്ലുവിളിയാകുന്നു എന്നുള്ളത്. അതായത് നിലവിൽ ഇപ്പോൾ ലഹരി സംഘത്തിന്റെ പ്രധാന കേന്ദ്രമായി നഗരത്തിലെ ഈ കെട്ടിടം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. 4 മരണങ്ങളാണ് ഈ കെട്ടിടത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. പലരും മരിച്ചിട്ടുള്ളത് മദ്യപാനവും മറ്റ് ലഹരി ഉപയോഗിക്കുന്നതിനിടയിലും കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്ന് താഴേക്ക് വീണ് ആ രീതിയിലാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ നാട്ടുകാർക്ക് പോലും ഭീഷണിയാകുന്നു. ഒപ്പം തെരുവ് നായ്ക്കളുടെയും മറ്റ് സാമൂഹിക വിരുദ്ധരുടെയും ഒക്കെ തന്നെ കേന്ദ്രമായി ഈ കെട്ടിടം മാറുന്നു എന്നുള്ളതാണ്. നമുക്കൊപ്പം ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഇതൊക്കെ നേരിൽ കണ്ട ഇവിടെ സമീപത്തുള്ള ചുമട്ട് തൊഴിലാളികളുണ്ട്. ഈ കെട്ടിടം എത്ര വർഷം മുമ്പാണ് തുടങ്ങിയത്? എന്താണ് നിലവിൽ അവസ്ഥ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2010ഓടുകൂടിയാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണ് ഈ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അതീവ ശല്യമാണ്. പിന്നെ നായ്ക്കളുടെ ശല്യമുണ്ട്. ജനങ്ങൾക്ക് വഴി നടക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ കെട്ടിടം കൊണ്ട് വന്നിരിക്കുന്നത്. 4 മരണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് സംഭവം? 4 മരണങ്ങളെന്ന് പറഞ്ഞാൽ മദ്യപാനം മൂലമാണ് ഈ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അത് ലിഫ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു വലിയൊരു കുഴിയുണ്ട്. ആ കുഴിയിലോട്ട് വീണാണ് ഒരാൾ മരിച്ചിരിക്കുന്നത്. 2 പേരും അതിൻ്റെ അകത്ത് വെള്ളക്കെട്ടിൽ വീണാണ് മരിച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ടവരോട് നിങ്ങൾ ഇക്കാര്യം സംസാരിച്ചിരുന്നു? എന്താണ് ഇതിന്റെ പണി പുനരാരംഭിക്കുന്നത്? ഇതിന് ബന്ധപ്പെട്ടവരെല്ലാം വന്ന് നോക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇതിനെപ്പറ്റി ഒരു അറിവുമില്ല. നിലവിൽ ഈ രീതിയിലാണ്. അതായത് പലരും ഇത് പണി പുനരാരംഭിക്കാതെ തുടർന്ന് പരാതിയൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇതുവരെയും പരിശോധിക്കാനോ പുനരാരംഭിക്കാനോ ആരും തയ്യാറായില്ല എന്നുള്ളതാണ്. 15 വർഷമായി കെട്ടിടം ഉപയോഗശൂന്യമായി ഉപദ്രവമായി നാടിന് മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ കെട്ടിടം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ ഇത് കാട് പിടിക്കുന്ന അവസ്ഥയായിരുന്നു. പിന്നീട് നഗരസഭ തന്നെയാണ് ഇത് ഇത്തരത്തിൽ വെട്ടി ക്ലീൻ ആക്കിയത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ്. പലപ്പോഴും രാത്രി സമയത്ത് സ്ത്രീകൾക്ക് പോലും ഈ വഴി കടന്നുപോകാൻ കഴിയാത്ത സാഹചര്യം. പൊതുജനങ്ങൾക്ക് തെരുവ് നായകളുടെ ശല്യം രൂക്ഷം. ഒപ്പം ലഹരി മറ്റ് സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമൊക്കെ പല ഘട്ടത്തിൽ നഗരസഭയ്ക്ക് പരാതി നൽകി. സാമൂഹ്യ വിരുദ്ധരോടൊക്കെ എന്ത് കരുതലാണ്. നോക്കൂ, എത്ര സ്ഥലങ്ങളാണ് സാമൂഹ്യ വിരുദ്ധർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ടിരിക്കുന്നത്.
വർഷങ്ങളായിട്ട് തുടങ്ങിയതാണ്. യൂസഫ് അലിയൊക്കെ ഇവിടെ ലുലു മാളിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നതിന് മുമ്പ് നിർമ്മാണം തുടങ്ങിയ ഒരു സർക്കാരിന്റെ പ്രോജക്റ്റാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അവസ്ഥ, ഇതാണ് പിടിപ്പുകേട് എന്ന് നമ്മൾ പറയുന്നത്. മാത്രമല്ല, സമൂഹത്തിന് ഭീഷണിയായി ഇത്തരം കെട്ടിടങ്ങൾ മാറുന്നു എന്ന തിരിച്ചറിവിലും വിവരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടർ TV ഈ അന്വേഷണം ആരംഭിച്ചത്. ആദ്യം നമ്മൾ ഒരിടത്ത് തുടങ്ങിയതാണ്. തുടങ്ങിയപ്പോൾ പരാതികളോട് പ്രളയമാണ്. ഇത് ഒരു ദിവസം ടെലികാസ്റ്റ് ചെയ്താലും തീർത്താൽ തീരാത്ത തരം ഇത്തരത്തിലുള്ള ഭാർഗവി നിലയങ്ങൾ കേരളത്തിന്റെ വിവിധയിടങ്ങളിലുമുണ്ട്. റിപ്പോർട്ടർ TV ആ ഭാർഗവി നിലയങ്ങളിലേക്കെല്ലാം എത്തും. ശുദ്ധജല പ്ലാന്റ് കാടുമൂടി കിടക്കുന്നൊരവസ്ഥയുണ്ട് മണ്ണന്തലയിൽ. ഉദ്ഘാടനം കഴിഞ്ഞ് 4 വർഷം പിന്നിട്ടു. 85 ലക്ഷം വെള്ളത്തിലായി. ബില്ലടയ്ക്കാതെ വന്നതോടെ KSEBയും ഫ്യൂസൂരി. ശുദ്ധജല പ്ലാന്റിൽ ആരുടെ അനാസ്ഥയാണെന്നാണ് റിപ്പോർട്ടർ TVക്ക് ചോദിക്കാനുള്ളത്. മണ്ണന്തല കുടിവെള്ള പ്ലാന്റ്. ഇവിടെ നിന്നും ശുദ്ധജലം ഉൽപ്പാദിപ്പിക്കേണ്ടതായിരുന്നു. ആധുനിക സാമഗ്രികളെല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല. 4 വർഷം കഴിഞ്ഞു. 85 ലക്ഷം വെള്ളത്തിലായി. ഇപ്പോൾ അത് കോടിയുടെ കണക്ക് വരും. KSEBയും ഫ്യൂസൂരി എന്നാണ് ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത്. ആരുടെ അനാസ്ഥയാണ്? സുനിഷ എല്ലൂർ ചേരുന്നുണ്ട്. സുനിഷ, ഇത് ആരുടെ അനാസ്ഥയാണ്? ഇപ്പോഴും ഈ കെട്ടിടത്തിന്റെ അവസ്ഥ പരിതാപകരമാണ് എന്നല്ലേ നമുക്ക് പറയാൻ കഴിയൂ? ഉറപ്പായിട്ടും അരുൺ, ഞാൻ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഏതോ ഒരു കാട്ടിൽ വന്ന് നിന്നതാണെന്നുള്ളൊരു ഫീല് തോന്നുന്നുണ്ടാവാം. പക്ഷേ ഇത് കാടല്ല. ഇതുവഴി ഒന്ന് ചെറുതായി ഒന്ന് പാൻ ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും അവിടെ ഒരു കെട്ടിടം കാണുന്നുണ്ട്. കാട് മൂടി കെട്ടിടത്തിന്റെ പകുതി ഭാഗം മാത്രമേ ഇപ്പോൾ കാണാൻ കഴിയുകയുള്ളൂ. ഇവർ പറയുന്നത് 2020-ലാണ്, ഒരു ഫ്ലാഷ് ബാക്ക് പറയുകയാണെങ്കിൽ 2020-ലാണ് ഇങ്ങനെയൊരു പദ്ധതി ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഈ ശുദ്ധജല പ്ലാന്റ് നിർമ്മിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും പറഞ്ഞിരുന്നത് ഈ മണ്ണന്തലയുള്ള വയമ്പാച്ചിറക്കുളം, ഇതാണ് ഈ വയമ്പാച്ചിറക്കുളം. ഇവിടെയുള്ള ഈ വെള്ളം ശുദ്ധീകരിച്ചുകൊണ്ട് ഈ ബോട്ടിലിൽ കുടിവെള്ളം നൽകുന്ന ഒരു പദ്ധതി അത് കോർപ്പറേഷൻ ആലോചിക്കുകയായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു ആലോചന വരുന്നു. സംഗതി ആലോചിക്കുമ്പോൾ നല്ല കാര്യമാണ്. ഇത്തരത്തിൽ ശുദ്ധജലത്തിലേക്ക് മാറ്റുന്നു, അങ്ങനെ കുടിവെള്ളമായി നൽകുന്നു എന്നതായിരുന്നു. അങ്ങനെയാണ് ഇത്തരം ഒരു പ്ലാന്റ് നിർമ്മിക്കുന്നത്. 2020 ഇതുപോലെ ഒരു പ്ലാന്റ് നിർമ്മിക്കുകയും ചെയ്യുന്നു. പക്ഷേ അന്ന് നിർമ്മിച്ച് ഒക്ടോബർ മാസമാണെന്ന് തോന്നുന്നു ഉദ്ഘാടനം കഴിക്കുന്നത്. ആ ഉദ്ഘാടനത്തിന് ശേഷം ഇത് പിന്നീട് ഒരു രീതിയിലും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ശുദ്ധജല പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ വെള്ളം ശുദ്ധീകരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും മെഷീനുകളും അടക്കം ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും, ഒരു കെട്ടിടം പണിയുന്നു, ഒപ്പം തന്നെ അതിനു വേണ്ട സംവിധാനങ്ങൾ, ജനറേറ്റർ എത്തിക്കുന്നു, ഈ ശുദ്ധജലം ആക്കി മാറ്റേണ്ട തരത്തിലുള്ള എല്ലാ മെഷീനുകളും ഇവിടെ എത്തിക്കുന്നു, AC ഘടിപ്പിക്കുന്നു, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും അകത്ത് ആധുനികമായി തന്നെ നിർമ്മിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് ഇവിടേക്ക് വരാൻ വഴിയില്ല, അത്തരത്തിൽ പല കാര്യങ്ങളും പറയുന്നത്. ഇവർ പറയുന്നത് ഈ ഉപകരണം എത്തിച്ചതിന് ശേഷം ഇത് ഒരു വട്ടമെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നത് സംശയമാണ് എന്നതാണ്. ഒരുപക്ഷെ അകത്തോട്ട് കാണും. 2020 എത്തിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2025 ആയിരിക്കുന്നു. 4 വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴേക്കും ഇത് ഒരിക്കൽ പോലും പ്രവർത്തിച്ചില്ല എങ്കിൽ ഈ ഉപകരണങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നത് പറയേണ്ടതില്ല. ഉറപ്പായാലും തുരുമ്പെടുത്ത ഉള്ള അവസ്ഥയായിരിക്കും. ഈ ഉപകരണം ഇവിടെ നിന്ന് മാറ്റാൻ പോലുമുള്ള രീതി ഇവിടെയുള്ള കോർപ്പറേഷൻ കാണിച്ചിട്ടില്ല എന്നതാണ്. 2020 ശ്രീകുമാർ മേയർ ആയപ്പോഴാണ് ഇത്തരമൊരു പദ്ധതി കൊണ്ടുവരുന്നത്. പിന്നീട് മേയർ മാറി ഇവിടെ ഒരിക്കൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതായത് 2 വർഷം മുമ്പ് ഇവിടെ എത്തി സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇത് വീണ്ടും നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വഴി സജ്ജമാക്കണം എന്നത് അടക്കമുള്ള ആവശ്യങ്ങളായിരുന്നു അന്ന് പറഞ്ഞ് മേയർ പോയത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്തു. പക്ഷേ വഴിയും വന്നില്ല, ഈ കെട്ടിടവും നന്നായില്ല എന്നത് മാത്രമല്ല, ഇതിങ്ങനെ കാട് മൂടി കിടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതാ ഇപ്പോൾ നിലവിൽ ഇവിടെ കൗൺസിലറോട് സംസാരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത് ഇവിടെ ഉണ്ടായിരുന്ന ഈ വെള്ളം, അതായത് വയമ്പാച്ചിറക്കുളത്തെ ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധജലത്തിലേക്ക് മാറ്റാൻ കഴിയില്ല എന്നതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് എന്നതാണ്. കാരണം ഈ വെള്ളത്തിന് ഈ വയമ്പാച്ചിറക്കുളത്തിലെ ഊറ്റില്ലാത്തത് കൊണ്ട് ഈ വെള്ളം ശുദ്ധജലമാക്കി മാറ്റാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് പഠനം മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു പഠനം പോലും നടത്താതെ ശുദ്ധജല പ്ലാന്റ് ഉണ്ടാക്കുന്നത് അല്ലേ? ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ എന്നതുപോലും അറിയാതെ അവിടെ കൊണ്ടൊരു ശുദ്ധജല പ്ലാന്റ് ഉണ്ടാക്കുക, അവിടെ അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ടുവരിക, AC അടക്കം പിടിപ്പിക്കുക, ഇതെല്ലാം സർക്കാർ സാധാരണക്കാരന്റെ നികുതിപ്പണത്തിൽ നിന്നെടുത്ത് പ്രയോഗിക്കുക, എന്നിട്ട് വർഷങ്ങളോളം അത് ഉപയോഗിക്കാതെ ഒരു കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ആ വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് അന്ന് തിരിച്ചറിഞ്ഞതെങ്കിൽ ഈ പ്രൊജക്ട് അവിടെ ആവശ്യമില്ല. ശരിയല്ലേ?
ഉറപ്പായിട്ടും. കാരണം അങ്ങനെ ഒരു പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഒരു കെട്ടിടത്തിന്റെ ആവശ്യം പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതിന് പകരം ഈ ഭാഗത്ത് മറ്റേതെങ്കിലും തരത്തിൽ ഉപയോഗപ്രദമായ ഏതെങ്കിലും ഒരു പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു പഠനം നടത്തിയിട്ടില്ല. അതിനിടയിൽ തന്നെ ഈ പറയുന്നത് പോലെ ഒരു പ്ലാന്റ് നിർമ്മിക്കുന്നു. ഒരുപക്ഷെ കാണാം, ഒരു ജനറേറ്ററൊക്കെ വലിയ രീതിയിൽ തന്നെ കാട് മൂടി കിടക്കുന്ന സ്ഥിതിയാണ്. അന്നൊക്കെ ഇങ്ങനെ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് പറയുന്നത്. അങ്ങനെ ശുദ്ധജല പ്ലാന്റ് അല്ലേ അവിടെ, എന്തായാലും പാമ്പ് വളർത്തൽ കേന്ദ്രമായിട്ടാണ് മാറ്റാൻ സാധ്യതയുണ്ട്. സാമൂഹ്യ വിരുദ്ധരുടെ ഇടത്താവളങ്ങളായി മാറുകയാണ്. സുനിഷ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു നാടിന് ശുദ്ധജലം കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു പ്ലാന്റിന്റെ അവസ്ഥയാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു തുള്ളി വെള്ളം ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. എത്ര കോടികളാണ് പാഴാക്കിയത്? ആരാണ് ഉത്തരവാദി? ആര് സമാധാനം പറയും? എല്ലാം ശരിയാകും എന്നല്ലേ പറഞ്ഞത്? ഒന്നും ശരിയായിട്ടില്ല എന്നല്ലേ ഈ കേരളത്തിലെ വിവിധ ജില്ലകളിൽ വിവിധയിടങ്ങളിൽ നിന്നും. ഇതൊരു സാമ്പിൾ മാത്രമാണ്. കേരളത്തിൽ പലയിടങ്ങളിലും പഞ്ചായത്തുകളിൽ ഇങ്ങനെ പാഴായി കിടക്കുന്ന പൊതു ഇടങ്ങളുണ്ട്. ഈ ഇടങ്ങളെയൊക്കെ സർക്കാരിനെ സംരക്ഷിക്കുന്നതിന് എന്ത് തടസ്സമാണുള്ളത്? ശുദ്ധജല പ്ലാന്റ് ആണത്രേ. ഈ കാണുന്നതാണ് അത്യാധുനിക സംവിധാനങ്ങൾ. ഒരു തുള്ളി വെള്ളം അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ ആസൂത്രണമില്ലായ്മ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ആരുടെ പണമാണ്? ഇത് ആരുടെ അധ്വാനമാണ്? ആർക്കു വേണ്ടിയാണ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ആര് നൽകും? എവിടെയാണ് അധികാരികൾ? പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇത് മണ്ണന്തലയിലെ മാത്രം വിഷയമല്ല, ഇനിയുമുണ്ട്. 5,16,00,000 രൂപ മുടക്കി നിർമ്മിച്ച കോട്ടയത്തെ ഐമനം മിനി സ്പോർട്സ് കോംപ്ലക്സ് ഒന്ന് കാണണം. കെട്ടിടത്തിൽ വിള്ളലുണ്ട്, അത് മാത്രമാണ് മിച്ചം. 4 വർഷമായിട്ടും യാതൊരു പ്രവർത്തനവുമില്ല. 2021 കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മിനി സ്പോർട്സ് കോംപ്ലക്സിനോട് തിരിഞ്ഞു നോക്കാത്തത് എന്താണ്? കോൺട്രാക്ടർമാരും ഈ വേണ്ടപ്പെട്ടവരും കമ്മീഷൻ അടിച്ചു പോകാനുള്ള പദ്ധതികൾ മാത്രമാണോ ഇത്? എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? അഞ്ജന നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഞ്ജന, ഇപ്പോൾ ഈ സ്പോർട്സ് കോംപ്ലക്സിന്റെ അവസ്ഥ എന്താണ്? അവിടെ എന്തെങ്കിലും പേരിനെങ്കിലും ഈ എന്തെങ്കിലും ഒരു കളി അവിടെ നടന്നിട്ടുണ്ടോ? എന്തെങ്കിലും, അതായത് ഈ കെട്ടിടം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട കളിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതവിടെ നടന്നിട്ടുണ്ടാവും സ്വാഭാവികമായും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കെട്ടിടം അനാഥമായി അവിടെ കിടക്കില്ലല്ലോ. എന്താണ് മിനി സ്പോർട്സ് കോംപ്ലക്സിന് സംഭവിച്ചത് അഞ്ജന? അരുൺകുമാർ, 5,16,00,000 രൂപ ചിലവാക്കി നിർമ്മിച്ച ഒരു മിനി സ്പോർട്സ് കോംപ്ലക്സ് ആണ് എൻ്റെ പുറകിൽ കാണുന്നത്. ഐമനത്തെ 5-ാം വാർഡിലാണ് ഈ സ്പോർട്സ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത്. ഒരു നാടിന്റെ കായിക സ്വപ്നങ്ങൾക്ക് തന്നെ ചിറക് നൽകണമെന്ന വലിയ ലക്ഷ്യവുമായി ഈ നാട്ടിൽ വന്ന ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ്. 2 ബാഡ്മിന്റൺ കോർട്ടുകൾ, ഒരു വോളിബോൾ കോർട്ട്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ജിംനേഷ്യം, അങ്ങനെ വലിയ വലിയ സൗകര്യങ്ങളുമായി നാട്ടിലെ സ്പോർട്സ് താരങ്ങളെ വളർത്തിയെടുക്കുക എന്ന വലിയ ലക്ഷ്യവുമായി വന്ന ഒരു ഇൻഡോർ സ്റ്റേഡിയം മിനി സ്പോർട്സ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഐമനത്തെ ഒരു വലിയൊരു പദ്ധതി തന്നെയായിരുന്നു. കായിക പദ്ധതിയുടെ ഭാഗമായി വന്ന ഒരു പദ്ധതിയാണ്. എന്നാൽ ഇന്ന് ഇതിൽ യാതൊരു പ്രവർത്തനവും നടക്കുന്നില്ല. ഇന്നെന്ന് മാത്രമല്ല, 2021 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം കഴിഞ്ഞതാണ്. ഈ ഉദ്ഘാടനം കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. യാതൊരുവിധ കായികപരമായ കാര്യങ്ങളും ഇവിടെ നടന്നിട്ടില്ല. പേരിനൊരു ഉദ്ഘാടനം 2021 ഫെബ്രുവരിയിൽ നടന്നു. എന്നാൽ ഒരു കായികപരമായ ഒരു കാര്യങ്ങളും, കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമോ അതല്ലാതെ ബാഡ്മിന്റൺ കോർട്ടോ അങ്ങനെ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ല. ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ അകം നമുക്ക് കാണാൻ കഴിയില്ല, പൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ കെട്ടിടത്തിൽ മുഴുവനായും തന്നെ വിള്ളൽ വീണിട്ടുണ്ട്. അകത്താണെങ്കിലും തറയിലെ ടൈലുകളെല്ലാം തന്നെ വിണ്ടുകീറിയ നിലയിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനു മുൻപ്, ഈ കെട്ടിടം വരുന്നതിന് മുൻപ് ഈ സ്ഥലത്ത് കുട്ടികളെല്ലാം തന്നെ വൈകുന്നേരങ്ങളിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരിടമാണ്. ഈ കെട്ടിടം വന്നപ്പോൾ അതിനും കഴിയാത്തൊരവസ്ഥയായി മാറിയിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ 1 ഏക്കർ സ്ഥലം നൽകിയിട്ടാണ് ഇങ്ങനെ ഒരു കെട്ടിടം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. 2019 കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എന്നാൽ 2021 നിർമ്മാണം പൂർത്തിയാകുന്നത്. അതും മുഴുവൻ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു. ഇപ്പോൾ കളിക്കാനും കഴിയുന്നില്ല, എന്നാൽ യാതൊരു ഗുണവുമില്ല എന്നതാണ് ഈ ഒരു കെട്ടിടം കൊണ്ടുള്ള ഒരു പ്രശ്നമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ ഒരു കെട്ടിടം ഇല്ലായിരുന്നെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോഴും കളിക്കാൻ കഴിയും. മിനി സ്പോർട്സ് കോംപ്ലക്സിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആരുടെ പണം? ജനങ്ങളുടെ പണം. ആരുടെ അനാസ്ഥ? സർക്കാരിന്റെ അനാസ്ഥ. 2021 ഉദ്ഘാടനം നിർവഹിച്ച കെട്ടിടമാണ് ഈ മിനി സ്പോർട്സ് കോംപ്ലക്സായി അനാഥമായി കിടക്കുന്നത്. ആരും തിരിഞ്ഞു നോക്കാത്ത വിധം. ഈ അനാസ്ഥയ്ക്ക് ആരാണ് ഉത്തരവാദി? ആരാണ് മറുപടി പറയേണ്ടത്? അവസാനിക്കുന്നില്ല, ഇനിയുമുണ്ട്. പത്തനംതിട്ടയിലെ ഒരു കഥ കൂടി നമുക്കൊന്ന് കാണാം. 9 മണി കഴിഞ്ഞ് 20 മിനിറ്റ്.
സർക്കാർ വക നോക്കുകുത്തികളെ കുറിച്ചുള്ള റിപ്പോർട്ടിന്റെ ലൈവാത്തോണിനോട് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പിന്തുണ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. ചില പ്രേക്ഷകരെങ്കിലും ചോദിക്കുന്നു, നിങ്ങൾ ഇന്നത്തെ ദിവസം നല്ല വാർത്തയാണ്, പക്ഷേ ഇന്നത്തോടെ ഇത് തീരില്ലേ? നിങ്ങൾക്ക് നാളെ മറ്റൊരു വാർത്ത കിട്ടുന്നു, നിങ്ങൾ അതിന് പിന്നാലെ പോകില്ലേ എന്ന് ചോദിക്കുന്നു. നമ്മളൊരു വാർത്താ ചാനലല്ലേ? കേരളത്തിലൊരു പ്രതിപക്ഷമില്ലേ? ഈ വിഷയം ഏറ്റെടുക്കേണ്ടത് അവരല്ലേ ഈ ഓരോ ഇടങ്ങളിലെയും സർക്കാർ വക നോക്കുകുത്തികളെ വെച്ച് സർക്കാരിനെയും സംവിധാനത്തെയും ഓഡിറ്റ് ചെയ്യേണ്ടത്? എവിടെയാണ് ആ പ്രതിപക്ഷം? ആ ചോദ്യവും നമ്മൾ ചോദിക്കേണ്ടതല്ലേ? പത്തനംതിട്ടയിലെ നിർമ്മാണം പൂർത്തിയാക്കാനാകാതെ കോഴഞ്ചേരി റാന്നി പാലങ്ങൾ 2018 കോഴഞ്ചേരി പാലം നിർമ്മാണം ആരംഭിച്ചത്. 5 വർഷമായി പാലം പൂർത്തിയാക്കിയിട്ടില്ല. ഈ മെയ് മാസം പൂർത്തിയാക്കുമെന്നാണ് അവകാശവാദം. ചോദ്യം ഇതാണ്, കോഴഞ്ചേരി പാലം പണിയായോ? വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു. പ്രവീൺ, ഈ കോഴഞ്ചേരി പാലത്തിന് എന്താണ് സംഭവിച്ചത്? ആമയിടയുന്ന വേഗമെന്ന് പറഞ്ഞാൽ പോലും അത് നമ്മളെ അത്ഭുതപ്പെടുത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ര പോലും വേഗം ഈ പാലം പണിക്കില്ലേ? ഗുഡ് മോർണിംഗ് അരുൺ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കോഴഞ്ചേരി പഴയ പാലത്തിലാണ്. അതായത് ഈ എൻ്റെ തൊട്ടുപുറകിൽ കാണുന്ന ഈ പാലം 1948 നിർമ്മിച്ചതാണ്. നമുക്ക് ആ പഴയ പാലത്തിൻ്റെ വീതി ഒന്ന് കാണാം. 2 വശങ്ങളിൽ കൂടിയും ഒരേ സമയം വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ ബ്ലോക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് നാട്ടുകാരുടെയൊക്കെ ഏറെ നാളത്തെ ആവശ്യത്തെ തുടർന്ന് ഈ പാലത്തിന് സമാന്തരമായി പമ്പാ നദിക്ക് കുറുകെ ഒരു പുതിയ പാലം നിർമ്മിക്കാൻ സർക്കാർ അനുമതി നൽകിയത്. 2018 അനുമതി നൽകിയത്. 2018-19 പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ഇപ്പോൾ ആ പാലത്തിൻ്റെ ഒരു അവസ്ഥ ആണ് ഇപ്പോൾ. ഇതിൽ സർക്കാർ പറയുന്നത് പണത്തിൻ്റെ ഒരു പ്രശ്നം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ പുതിയ പാലം പണിയുന്നതിനായി ഇതിൻ്റെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. പാലം നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥലം ഏറ്റെടുക്കേണ്ട ആ സ്ഥല ഉടമകളൊക്കെ സ്ഥലം വിട്ടു നൽകാമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അതിനുശേഷം പാലം നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഓരോരുത്തരായി കോടതിയെ സമീപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അതായത് ഭൂമി ഏറ്റെടുക്കൽ വലിയ പ്രതിസന്ധിയായി. അതിനെ തുടർന്ന് നിർമ്മാണം ആരംഭിച്ച പാലം അത് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. മറ്റൊന്ന്, കരാറുകാരനെ ഒഴിവാക്കുകയും ചെയ്തു. ഇപ്പോൾ പുതിയ ഒരു കരാറുകാരനാണ് ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ഈ മാർച്ച് ഏപ്രിൽ മെയ് ആ മാസങ്ങളിൽ ഇത് പൂർത്തിയാക്കും എന്നാണ് അധികൃതർ പറയുന്നത്. 6 മാസത്തേക്ക് കൂടി ഇതിൻ്റെ നിർമ്മാണം ഒരുപക്ഷെ നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ജനങ്ങൾ ചോദിക്കുന്നത് 6 മാസം കഴിഞ്ഞാലും ഈ കോഴഞ്ചേരിയിലെ പുതിയ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുമോ എന്നുള്ളതാണ്. മറ്റൊന്ന്, KCBയുമായി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. KCBയുടെ വൈദ്യുത തൂണുകൾ ഈ ഭാഗത്ത് നിന്ന് മാറ്റുന്നത് സംബന്ധിച്ച് ചില തർക്കങ്ങൾ നിന്നിരുന്നു. ഇതാണ് പ്രവീൺ നമ്മുടെ നാട്ടിലെ പ്രശ്നം. വിവിധ വകുപ്പുകളുമായി ഒരു ഏകോപനവുമില്ല. വെള്ളം കിട്ടാത്ത സ്ഥലത്ത് ശുദ്ധജല പ്ലാന്റ് തുടങ്ങുക, അരി കിട്ടാത്ത സ്ഥലത്ത് റൈസ് മില്ല് തുടങ്ങുക, ഇതൊക്കെയാണ് നമ്മുടെ സർക്കാരിന്റെ വിനോദ പരിപാടികൾ. ചിലയിടങ്ങളിൽ ഇതെല്ലാം കോടികളുടെ നഷ്ടമാണ് സർക്കാർ ഖജനാവിനുണ്ടാക്കുന്നത്. എന്നിട്ട് സർക്കാരിന്റെ കയ്യിൽ പണമില്ലെന്ന് പറയുകയും ചെയ്യും. നോക്കുകുത്തിയ ചട്ടഞ്ചാലിലെ ഓക്സിജൻ പ്ലാന്റും 3,30,00,000. നമുക്കൊന്ന് കാണാം. നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് പൂട്ടിക്കിടക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹായത്തോടെയാണ് പ്ലാന്റ് നിർമ്മിച്ചത്. ഓക്സിജൻ പ്ലാന്റിന്റെ നടത്തിപ്പിൽ ആര് കനിയും എന്നാണ് ചോദ്യം. കാസർഗോട്ട് നിന്നും ഒരു കഥ കൂടി. $3,30,00,000 ഓക്സിജൻ പ്ലാന്റ് ആണത്രേ. ആർക്ക് ഓക്സിജൻ കിട്ടി? കരാർ ഏറ്റെടുത്തവന് കിട്ടി. അത് ചെലവാക്കി കമ്മീഷൻ അടിച്ചു മാറ്റിയവർക്ക് കിട്ടി. നമുക്കൊപ്പം ചേരുന്നുണ്ട് അർച്ചന രവീന്ദ്രൻ. അർച്ചന, ഇപ്പോൾ ഈ ഓക്സിജൻ പ്ലാന്റിന്റെ അവസ്ഥ എന്താണ്? ആര് കൊടുക്കും ഓക്സിജൻ ഈ ഓക്സിജൻ പ്ലാന്റിന്? അരുൺ, 2022 ഈ ഒരു ഓക്സിജൻ പ്ലാന്റിന്റെ നിർമ്മാണം നടക്കുന്നത്. അന്നത്തെ വ്യവസായ മന്ത്രി P. രാജീവിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ഈ ഒരു ഓക്സിജൻ പ്ലാന്റിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. എന്നാൽ ഇപ്പോഴും ഇതിന്റെ പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളതാണ്. ഏകദേശം 3 വർഷങ്ങൾ പിന്നിട്ടും എന്നാൽ ഇപ്പോഴും ഇതിന്റെ പ്രവർത്തനങ്ങളൊന്നും യാതൊന്നും നടക്കുന്നില്ല. ജില്ലാ പഞ്ചായത്ത് മുൻകൈയെടുത്താണ് ഈ ഒരു ഓക്സിജൻ പ്ലാന്റ് ചട്ടഞ്ചാലിൽ നിർമ്മിക്കുന്നതും. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹായത്തോടെയാണ് ഈ ഒരു പ്ലാന്റ് നിർമ്മിക്കുന്നത്. നമുക്കറിയാം, കോവിഡ് സമയത്ത്, രണ്ടാമത്തെ കോവിഡിന്റെ സമയത്തെല്ലാം ഈ ഒരു
ഓക്സിജന്റെ ക്ഷാമം നന്നായിട്ട് വിവിധ ആശുപത്രികളിൽ നേരിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കാസർഗോഡ് സ്വന്തമായ ഒരു ഓക്സിജൻ പ്ലാന്റ് വേണമെന്നൊരു ആവശ്യത്തിലൂന്നിയാണ് ഇവർ ഇത്തരത്തിലൊരു പ്ലാന്റ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ഇതിന്റെ പ്രവർത്തനങ്ങൾ യാതൊന്നും നടക്കുന്നില്ല. ഏകദേശം 3,30,00,000 രൂപ ചെലവാക്കിയാണ് ആരോട് ഇത്തരത്തിലൊരു പ്ലാന്റ് ഇവിടെ ഈ ചട്ടഞ്ചാലിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു വ്യവസായ പാർക്കാണ്, വ്യവസായ പാർക്കോട് ചേർന്നാണ് ഈ ഒരു പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ഇതിന്റെ പ്രവർത്തനങ്ങൾ യാതൊന്നും നടക്കുന്നില്ല. ഗുജറാത്തിൽ നിന്നും മറ്റും കൊണ്ടുവന്ന ഉപകരണങ്ങളാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. എന്നാൽ ഈ ഉപകരണങ്ങളെല്ലാം ഇപ്പോഴും തുരുമ്പടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ദിവസവും 200 സിലിണ്ടർ നിറയ്ക്കാൻ ശേഷിയുള്ള ഒരു ഓക്സിജൻ നിറയ്ക്കാൻ ശേഷിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇത്. വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓക്സിജൻ വരെ ഈ ഒരു പ്ലാന്റിൽ നിർമ്മിക്കാം എന്നതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വാദം. എന്നാൽ ഇപ്പോഴും ഇതിന്റെ പ്രവർത്തനങ്ങൾ യാതൊന്നും നടക്കുന്നില്ല. നമുക്കറിയാം, കോവിഡിന്റെ സമയത്ത് വലിയ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഈ ഒരു ഓക്സിജന്റെ ക്ഷാമം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് നിർമ്മാണം നടക്കുന്നത്. എന്നാൽ നടത്തിപ്പ് ചുമതല ആരും ഏറ്റെടുക്കുന്നില്ല എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഒരു ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള ആളുകൾ പറയുന്നത്. എന്നാലും ഇപ്പോഴും ഇതിന്റെ പ്രവർത്തനങ്ങൾ യാതൊന്നും നടക്കുന്നില്ല. ഈ പദ്ധതി കൊണ്ട് പ്രയോജനമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഫീസിബിലിറ്റി സ്റ്റഡി പോലും നടത്താതെ ഇത്തരം പ്ലാന്റുകൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ, 1-2 3,30,00,000 ഈ ഓക്സിജൻ പ്ലാന്റിന് വേണ്ടി ചട്ടഞ്ചാലിൽ അനുവദിച്ചത് എന്നാണ്. ആ മനുഷ്യർക്ക് അത് കൊടുത്തെങ്കിൽ ആ നാട്ടിലെ ജനങ്ങൾ രക്ഷപ്പെട്ടു പോയനെ. നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും സന്ദർശകർക്ക് ഉപകാരപ്പെടാതെ പാലക്കാട് കോട്ടയിലെ ശുചിമുറി കെട്ടിടം നോക്കൂ, അതടക്കമുണ്ട് അനാസ്ഥയുടെ നേർചിത്രങ്ങളായി. ഉപയോഗിക്കാത്തതിനാൽ കെട്ടിടം കാടുകയറി നശിക്കുകയാണ്. കെട്ടിടം തുറക്കാത്തതിനാൽ സന്ദർശകർ ഉപയോഗപ്പെടുത്തുന്നത് DTPCയുടെ പണം നൽകി ഉപയോഗിക്കാവുന്ന ശുചിമുറിയാണ്. കോട്ടയിലെ ശുചിമുറി മറക്കുന്നുണ്ടോ അധികൃതർ? ഓക്സിജൻ പ്ലാന്റ് മുതൽ അഷ്ടമുടിക്കായലിലെ പാലം മുതൽ ശുചിമുറികളിൽ വരെ അനാസ്ഥയുണ്ട് എന്നുള്ളതാണ്. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു. ഇക്ബാൽ, എന്താണിത് തുറന്നു കൊടുക്കാത്തത്? എന്താണ് ബുദ്ധിമുട്ട്? അരുൺ, പാലക്കാടേക്ക് ആരെത്തിയാലും തന്നെ ആദ്യം ഈ പാലക്കാട് കോട്ട സന്ദർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കോട്ടയിലാണ് ഇത്തരത്തിലൊരു അനാസ്ഥ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ കോട്ടയിലെത്തുന്ന സന്ദർശകർക്കും അതുപോലെ തന്നെ കോട്ടയുടെ ചുറ്റും നടക്കാനെത്തുന്ന അത്ലറ്റുകൾക്കും ഉൾപ്പെടെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ക്ലോക്ക് റൂം സൗകര്യം, കഫ്തീരിയ സൗകര്യം ഉൾപ്പെടെയുള്ള ഈ ശുചിമുറി കെട്ടിടം മാസങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചത്. പക്ഷേ ഇപ്പോഴും ഇതുവരെയും ഒരു സന്ദർശകന് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ അടച്ചിട്ടിരിക്കുകയാണ് ഈ ശുചിമുറി കെട്ടിടം. പരിപാലിക്കാനുള്ള തുകയില്ല, ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആർക്കിയോളജിക്കൽ വകുപ്പ് ഈ ശുചിമുറി കെട്ടിടം അടച്ചിട്ടിരിക്കുന്നത്. അതായത് മതിയായിട്ടുള്ള ജീവനക്കാരെ ഈ മേഖലയിൽ വിന്യസിക്കണം, അതുപോലെ തന്നെ വൃത്തിയാക്കാനുള്ള ആളുകളെ അവിടെ വിന്യസിക്കണം. അതിനുള്ള സൗകര്യവും അതിനുള്ള പണവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആർക്കിയോളജിക്കൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഈ ഒരു ശുചിമുറി കെട്ടിടം തുറക്കാതെ അവിടെ തന്നെ അടച്ചിട്ടിരിക്കുന്നത്. ഒരാൾക്ക് പോലും ആ ശുചിമുറി കെട്ടിടം ഇതുവരെയും ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല, നിരവധി ഇഴജന്തുക്കൾ ഈ മേഖലയിൽ ഇപ്പോൾ തടിച്ചുകൂടി. കാരണം കെട്ടിടം മുഴുവൻ ഉപയോഗിക്കാൻ കഴിയാതായതോടുകൂടി കാട് മൂടി കിടക്കുകയാണ്. അതിനകത്ത് മുഴുവൻ ഇഴജന്തുക്കളാണ്. ആ പരിസരത്തേക്ക് പോലും ഒരു സന്ദർശകർക്കും പോവാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ സന്ദർശകരെല്ലാം പറയുന്നത് ഉപയോഗിക്കാൻ കഴിയാത്ത കെട്ടിടം ഇപ്പോൾ ഉപദ്രവമായി മാറി എന്നാണ്. ഏതായാലും എത്രയും പെട്ടെന്ന് ഈ കെട്ടിടം തുറന്നു നൽകണമെന്നാണ് സന്ദർശകർ പറയുന്നത്, നാട്ടുകാർ പറയുന്നത്. ഏതായാലും അടുത്ത സാമ്പത്തിക വർഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാവൂ എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. പരിപാലനത്തിനുള്ള തുകയില്ല, ഫണ്ടില്ല എന്ന പേരിലാണ് ഈ ശുചിമുറി കെട്ടിടം നിർമ്മാണം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഒരു സന്ദർശകനെ പോലും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ പൂട്ടിയിട്ടിരിക്കുന്ന അരുൺകുമാർ. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ലൈവാത്തോൺ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൽ ഓരോ വിഷയങ്ങളിലേക്കും ഇനി വരുന്ന ഇത്തരം കാഴ്ചകളിലേക്കും റിപ്പോർട്ടർ TV പ്രേക്ഷകരുടെയും അധികൃതരുടെയും ശ്രദ്ധ ക്ഷണിക്കും. ഞങ്ങളൊരു പ്രതിപക്ഷ പാർട്ടിയല്ല, ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പട്ടവുമില്ല. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്ന നിലയിൽ ഇതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഏറ്റെടുക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും പൊതുജനങ്ങളുമാണ്. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക, ഇത് കാട്ടിക്കൊണ്ടിരിക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. വരും ദിവസങ്ങളിലും തുടരും. 103 കോടിയിൽ നിർമ്മിച്ച ഒരു പാലം പാതിവണിയിൽ പ്രേതാലയമായി നിൽക്കുന്നു. ശുചിമുറികളുടെ കാര്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. ഓക്സിജൻ പ്ലാന്റിന്റെ കാര്യത്തിൽ, ശുദ്ധജല പ്ലാന്റുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഈ പറയുന്ന ഒരു ആസൂത്രണവുമില്ലാതെ, ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയും ഇല്ലാതെ ഒരു പദ്ധതി തുടങ്ങി കോടികൾ കൊണ്ട് കടലിലും കായലിലും കളയുകയാണ്. ഇന്നത്തെ മുഴുവൻ ഇത്രയും കഥകൾ കേട്ടപ്പോൾ 180 കോടിയിലധികം രൂപയാണ് പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടിരിക്കുകയോ അനാഥമാക്കപ്പെടുകയോ ചെയ്തിരിക്കുന്നത്. കേന്ദ്രത്തിന് പഴിചാരാം, ധനകാര്യ കമ്മീഷൻ നമുക്ക് വെട്ടിക്കുറച്ചു എന്നൊക്കെ പഴി പറയാം. പക്ഷേ ഈ 180 കോടി രൂപ വ്യത്യസ്ത പ്രോജക്റ്റുകളിൽ സർക്കാർ അനാഥമാക്കിയതിന് ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കും? സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രങ്ങളാക്കി ഇവ മാറ്റിയതിന് ആരായിരിക്കും ഉത്തരവാദി? ഡയാലിസിസ് സെന്ററും മോർച്ചറിയും അടക്കം ആരോഗ്യ കേന്ദ്രങ്ങളിലെ കെട്ടിടങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രങ്ങളായി മാറിയതിന് ഉത്തരവാദിത്വം ആരേറ്റെടുക്കും?
കപ്പിത്താനില്ലേ എന്നൊരിക്കൽ കൂടി ചോദിക്കുന്നു. ഇല്ലെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ലൈവത്തോൺ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നു. പക്ഷേ വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളും ഉണ്ടാവും. ഫോളോ അപ്പുകളും റിപ്പോർട്ടർ ടിവിയിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം.